السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا معز أعزني بك دائما في حفظ عصمتك القديمة مغنما وانصر على أعدائنا يا ناصر اردد خديعة مكرهم يا قاهر. പ്രിയപ്പെട്ട ഹിദായത്തുൽ അൻവാർ അസ്മാഉൽ ഹുസ്ന പ്രഭാഷണ പ്രാർത്ഥനാ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, സുഹൃത്തുക്കളെ, സഹപാഠി സ്നേഹിതരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെട്ട ഒരുമിച്ച് കൂടലാക്കി സ്വീകരിക്കട്ടെ. അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അവന്റെ റഹ്മത്തിന്റെ മാലാഖമാര് പെയ്തിറങ്ങുന്ന അവന്റെ തിരുനോട്ടമുള്ള മജ്ലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആകൾ സ്വീകരിക്കപ്പെടുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന മജ്ലിസുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറയുന്ന, നമ്മൾ ഓതുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുകയും കബൂലാക്കുകയും അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും അല്ലാഹു നമുക്കെല്ലാവർക്കും തരികയും ചെയ്യട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഇന്നലെയും ഇന്നുമായി വാട്സപ്പിൽ നിരന്തരം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. വിട്ടുമാറാത്ത തലവേദനയും നാളെ ഹോസ്പിറ്റലിൽ റിസൾട്ട് കാത്തു നിൽക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും, അതുപോലെ തന്നെ വല്ലാതെ വിഷമം അനുഭവിക്കുന്ന ഉമ്മമാരും ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ രോഗങ്ങൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അവർക്കെല്ലാവർക്കും അല്ലാഹു ശിഫാഉ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നിഅമത്തുകളും അല്ലാഹു ചൊരിഞ്ഞു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസുകളെല്ലാം പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, എല്ലാ ദിവസവും നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളിലേക്കും നിങ്ങൾ പരമാവധി എത്തിച്ചു കൊടുക്കുകയും ഷെയർ ചെയ്യുകയും, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം. ഒപ്പം എല്ലാ മുഅ്മിനീങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്തു കൊടുത്തുകൊണ്ട് ഇതിന്റെ സംഘാടകരായി, ഇതിന്റെ പ്രചാരകരായി, പ്രബോധകരായി നിങ്ങൾ ഓരോരുത്തരും മാറണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും
സ്വീകരിക്കട്ടെ, നമ്മുടെ മുറാദ് ഹാസിലാക്കട്ടെ, നമ്മുടെ നിയ്യത്തുകൾ കബൂലാക്കട്ടെ, എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, എല്ലാവിധ കുറവുകളും അള്ളാഹു പരിഹരിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തന്ന് അനുഗ്രഹിക്കട്ടെ. ഇരു ലോകത്തും വിജയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, സത്യവിശ്വാസിനികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ നമ്മൾ സംസാരിച്ചത് വീടിനെ പറ്റിയാണ്. വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വസ്തു, അതുപോലെ തന്നെ സ്ഥലം, അതുപോലെ തന്നെ വീടിന്റെ റൂമുകളുടെ ഉയരം, അതുപോലെ തന്നെ അതിന്റെ എയർ ഹോളിന്റെ കാര്യം, അതുപോലെ തന്നെ സൂര്യപ്രകാശം അടിക്കുന്നതിന്റെ കാര്യം, വായുസഞ്ചാരമുള്ള സ്ഥലമായിരിക്കണമെന്നുള്ള കാര്യം, അതുപോലെ തന്നെ ബറക്കത്തായ സ്ഥലമായിരിക്കണമെന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ നമ്മൾ സംസാരിച്ചു. ഒപ്പം ആ വീട്ടിൽ നാം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ കഴിഞ്ഞ ലൈവിൽ നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അല്ലാഹു തആല അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വീടില്ലാത്തവർക്കെല്ലാം അല്ലാഹു തആല വീട് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഖൈറായ വസ്തുവും ശമ്പളവും വരുമാനവും സമ്പത്തും അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ വീടില്ലാത്തവരുണ്ട്, അല്ലേ? ആ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്, അതിനുവേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. രാപകലുകൾ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്തമായി തലചായ്ക്കാൻ ഒരു ഭവനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അല്ലേ? ഒറ്റയ്ക്ക് വീടെടുത്ത് കഴിയുന്നവരുണ്ട്. അവർക്കൊന്നും സ്വന്തമായിട്ട് ഭവനമില്ലാത്തവരാണ്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളല്ലേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തമായ ഒരു ഭവനത്തിൽ തലചായ്ക്കണമെന്നുള്ളതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്, സ്വപ്നമാണ്. അല്ലാഹു തആല ആഗ്രഹം പൂവണിയിച്ചു തരട്ടെ. നമുക്ക് എല്ലാവർക്കും ഖൈറായ ഒരു ഭവനം അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. വീടില്ലാത്തവർക്ക് അല്ലാഹു വീട് കൊടുക്കട്ടെ. അല്ലാഹു തആല അതിനുള്ള വഴികൾ അല്ലാഹു എളുപ്പമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. ഫാത്തിമ ബീവി, അബ്ദുൽ ഗഫൂർ, മുബശ്ശിർ യമാനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നാഫിയായ ഇൽമ അവർക്കും ഞങ്ങൾക്കും അല്ലാഹു തആല ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഉഖറവിയായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പാത്തു എന്ന സഹോദരിയുണ്ട്, ഷമീർ എന്ന് പറയുന്ന സഹോദരനുണ്ട്, ഇഷ്കെ മദീനയുണ്ട്, ആൽഫ അസീസ് ഉണ്ട്, ഹഫ്സത്ത് എന്ന് പറയുന്ന സഹോദരിയുണ്ട്, സുബൈദ എന്ന് പറയുന്ന സഹോദരിയുണ്ട്, അതുപോലെ തന്നെ സാജിദ എന്ന് പറയുന്ന സഹോദരിയുണ്ട്. ഒരുപാട് പേരുണ്ട്. MM2 അതാരാണെങ്കിലും അല്ലാഹു ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. സിറാജ് ഉസ്താദ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പരപ്പനങ്ങാടിയിൽ നിന്ന് സിറാജാണ്. ഇപ്പോൾ ഗൾഫിലാണുള്ളത്, വീടും സ്ഥലവുമില്ല. അത് തന്നെ അല്ലാഹു തആല ഖൈറായ വീട് കൊടുക്കട്ടെ, ഖൈറായ വരുമാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ഖൈറായ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ ദുആഇനെല്ലാം കബൂൽ ചെയ്യട്ടെ. ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത അസുഖമാണ്, ശിഫാഇന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു തആല ഉമ്മാക്കും അല്ലാഹു ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വീട് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്, ആഗ്രഹമാണ്. അതിനുവേണ്ടി അവർ കിടന്ന് കഷ്ടപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ പോയി കിടന്ന് അടിമകളെ പോലെ പണിയെടുത്തിട്ട് ഇവിടെ വന്ന് വീട് വെച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാം എളുപ്പമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മുഖ്താർ വാടക വീട്ടിലാണ്. അള്ളാഹു താല സ്വന്തമായ ഒരു ഭവനം തന്നെ അനുഗ്രഹിക്കട്ടെ. മൊയ്തീൻ കുഞ്ഞി സാഹിബ് അള്ളാഹു താല സ്വീകരിക്കട്ടെ. മുത്തുമോള് അല്ലേ, അതങ്ങനെ സുലുമോളെന്നാണ് മുത്തുമോളെന്നാണ്, എന്താ പേര് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. അല്ലാഹു തആല ഖൈറും ബർക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മക്കൾ അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സാജിദ ബീവി, ഖദീജ ബീവി, അതുപോലെ തന്നെ സുഹറ മേലാറ്റൂര്, അതുപോലെ തന്നെ അരീക്കോട് നിന്ന് ഒരു ഉമ്മ വിളിച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് പേര് അല്ലാഹു തആല പള്ളിക്കൽ ബസാർ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൻഷിഫ് പി മോനിക്ക് വിസ അടിച്ചു കിട്ടാൻ വേണ്ടി അല്ലാഹു തആല എളുപ്പമാക്കട്ടെ. എല്ലാ ഖൈറും ബർക്കത്തും തന്നെ അനുഗ്രഹിക്കട്ടെ. ജുബൈരിയത്ത് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നസീമ ബീവി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഖൈറും ബർക്കത്തും തന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വിസിറ്റിംഗ് വിസയിൽ പോയതാണ്, ജോലിയൊന്നും ആയിട്ടില്ല. നല്ലൊരു ജോലി അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. നിഅമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നല്ല ബുദ്ധിയും നല്ല കഴിവും അല്ലാഹു ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അനുസരണയുള്ള മക്കളിൽ അല്ലാഹു തആല നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും അല്ലാഹു തആല നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്നൊരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ മകനാണെങ്കിൽ
കടം വാങ്ങിയിട്ടാണ് ഗൾഫിലേക്ക് പോയത്. ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് പൈസ ഇതുവരെയ്ക്കും അയക്കുന്നില്ല, ജോലി ചെയ്തിട്ട് ശമ്പളം അയക്കുന്നില്ല. അവനിക്ക് നല്ലൊരു സ്ഥിരമായ ഒരു ജോലി ഉണ്ടാകുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥിരത ഉണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു തആല മകനെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, നല്ല മനസ്സ് കൊടുക്കട്ടെ, നല്ല ഈമാൻ അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കാനും കണ്ടറിഞ്ഞ് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനും അല്ലാഹു തആല തൗഫീക്ക് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഇന്നത്തെ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ നമ്മുടെ ഭവനത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ആ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ കാരണങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ ബറക്കത്ത് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് തരട്ടെ. ഭർത്താവിന്റെ കച്ചവടത്തിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കട്ടെ, എല്ലാവിധ നിഅമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. വീട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഒരു മുഅ്മിനായ മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി പറയണമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴും ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് നമ്മൾ പറഞ്ഞു. ആരുടെ വീട്ടിൽ കയറിയാലും, സ്വന്തം വീട്ടിൽ കയറിയാലും ശരി, കയറുമ്പോൾ സലാം പറഞ്ഞിട്ട് കയറണമെന്ന് നമ്മൾ പഠിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തുകൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പ്രവാചകൻ വീട്ടിനകത്തേക്ക് കയറിയാൽ ബിസ്സിവാക്, പല്ല് തേക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം, അഥവാ മിസ്വാക്ക് ചെയ്യുമായിരുന്നു. പിന്നെയോ ആ വീടിനോടുള്ള മര്യാദകളിൽ ദിക്റെടുക്കുന്ന വീടായിരിക്കണം, അള്ളാഹുവിനെ ഓർക്കുന്ന ഭവനമായിരിക്കണം, നിസ്കാരമുള്ള ഭവനമായിരിക്കണം. അങ്ങനെയുള്ള വീട്ടിലാണ് ബറക്കത്ത് ഉണ്ടാവുക, അങ്ങനെയുള്ള വീട്ടിലാണ് സമാധാനം ഉണ്ടാവുക, ഖൈർ ഉണ്ടാവുക. അല്ലാഹു തആല അങ്ങനെയുള്ള വീട്ടിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടിന്റെയും സ്മരിക്കാത്ത വീടിന്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവന്റെയും മരണപ്പെട്ടവന്റെയും ഉപമ പോലെയാണ്. ഒരു ദിവസം ഒരു പേജ് പോലും വീട്ടിനകത്ത് വെച്ച് ഖുർആൻ ഓതാത്തവർ, ആ വീട്ടിൽ വെച്ച് പടച്ച തമ്പുരാനെ ഓർക്കാത്തവൻ, അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹങ്ങളാകുന്ന, അല്ലാഹു തആല കൊടുത്ത സൗഭാഗ്യങ്ങളാകുന്ന വീടും കാറും എല്ലാ സമ്പത്തും ഒക്കെ കൊടുക്കുമ്പോൾ ആ വീട്ടിലിരുന്നു കൊണ്ട് പടച്ച തമ്പുരാനെ ഒരു നിമിഷം പോലും ഓർക്കാത്ത മുഅ്മിനീങ്ങളെ നിങ്ങളുണ്ട് എങ്കിൽ ആ വീട്ടിൽ അല്ലാഹു തആല ബറക്കത്ത് തരൂല, അല്ലാഹു തആല സമ്പത്ത് തരൂല, അതെന്നൊന്നും നിലനിൽക്കുന്നതാകൂല. അങ്ങനെ നമ്മുടെ വീട്ടിൽ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലാഹു തആല അങ്ങനെയുള്ള വീടുകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? എല്ലാ മുഅ്മിനീങ്ങളും ഷെയർ ചെയ്തു കൊടുക്കണം. കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു സ്റ്റാറ്റസ് എങ്കിലും വെച്ചുകൊണ്ട് നിങ്ങൾ ഈ മജ്‌ലിസ് വിജയിപ്പിക്കണം. നിങ്ങൾ ഇതിന്റെ സംഘാടകരും പ്രബോധകരുമാകണം. ആദ്യമായിട്ടെത്തിയ ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണം. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ, ഹിദായത്ത് തരട്ടെ, നല്ല മനസ്സും ബുദ്ധിയും അല്ലാഹു കഴിവും ഈമാനും അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ബാത്റൂമിൽ പ്രവേശിക്കുമ്പോഴത്തേക്കുള്ള ദിക്ർ ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺ പെൺ പിശാചുക്കളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഉറക്കവുമായി ബന്ധപ്പെട്ട ദിക്റുകൾ, കിടക്കാൻ നേരത്ത് ബിസ്മിക അമൂതു വഅഹിയ, ഇതൊക്കെ നമ്മൾ മറന്നു പോകരുത്. വീട്ടിൽ പ്രവേശിക്കുമ്പോഴത്തേക്ക് നമ്മൾ ദുആ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറണം. മറ്റു ദുആകൾ നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സന്ദർഭത്തിലും നമ്മൾ ദുആ ചെയ്യണം. ഇതൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് ഏത് അവസരത്തിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ ഓർക്കുന്നവനായിരിക്കണം, അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിരിക്കണം. യഥാസമയവും അള്ളാഹു അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ തോന്നൂല, ഒരു പാപം ചെയ്യാൻ തോന്നൂല, ധിക്കാരം പ്രവർത്തിക്കാൻ തോന്നൂല, അഹങ്കരിക്കാൻ തോന്നൂല, കക്കാൻ തോന്നൂല, വഞ്ചിക്കാൻ തോന്നൂല, ചതിക്കാൻ തോന്നൂല, അടിക്കാൻ തോന്നൂല, നോവിക്കാൻ തോന്നൂല, കുറ്റം പറയാൻ തോന്നൂല,
അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ അത് അള്ളാഹുവിനെ ഓർക്കുന്ന ഭവനങ്ങളായിരിക്കണം, നിസ്കാരമുള്ള ഭവനങ്ങളായിരിക്കണം നമ്മുടെ വീടുകൾ. മനസ്സിലായോ? അങ്ങനെയുള്ള വീടുകളിലേ ബറക്കത്തുണ്ടാകൂ എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കണം പുരുഷന്മാര്, ഫർള് പള്ളിയിൽ പോയി നിസ്കരിക്കണം. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യണം വീടുകളിൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത്. അത് എന്ന് പറഞ്ഞാൽ പൊതു കബറിടം പോലെ ആക്കരുത്. പള്ളിയുടെ ഖബർസ്ഥാനുകൾ കണ്ടിട്ടില്ലേ? ആ ഖബർസ്ഥാനുകൾ പോലെ ആക്കരുത്. നിശ്ചയം സൂറത്തുൽ ബഖറ ഏതൊരു മനുഷ്യന്റെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്നുവോ ആ വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? രാത്രി നിസ്കാരം നിർവഹിക്കണം. രാത്രിയായാൽ ബിസ്മി ചൊല്ലി നമ്മുടെ വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും പാത്രങ്ങൾ അടച്ചു വെക്കണം. രാത്രി ബിസ്മി ചൊല്ലി കതകടയ്ക്കണം. അതുപോലെ തന്നെ കുടുംബത്തില് നീചവൃത്തി സമ്മതിക്കരുത്. ആ വീട്ടിൽ വെച്ച് കള്ളു കുടിക്കാനും അതുപോലെ തന്നെ മറ്റ് തെമ്മാടിത്തരത്തിനും ആഭാസത്തരത്തിനും അവസരം ഒരുക്കരുത്. അങ്ങനെയുള്ള ആളുകളെ വീട്ടിൽ കയറ്റിയിരുത്തി സൽക്കരിക്കുകയും ചെയ്യരുത്. വീട്ടിനകത്ത് നായയും ചിത്രവും പാടില്ല. അങ്ങനെയുള്ള വീടുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ഇറങ്ങുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിൽ നിന്നും തിന്മകൾ ഒഴിവാക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ വീടുകൾ ബറക്കത്തുള്ള ഭവനമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു തആല നമ്മുടെ വീടുകളിൽ അല്ലാഹു തആല റഹ്മത്തിന്റെ മാലാഖമാരെ പെയ്തിറക്കട്ടെ. അവന്റെ റഹ്മത്ത് നമ്മുടെ ഭവനത്തിന് അല്ലാഹു തആല തരട്ടെ. എല്ലാവിധ സിഹ്റുകളെ തൊട്ടും കാത്തിരക്ഷിക്കട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ടും കാത്തിരക്ഷിക്കട്ടെ. എല്ലാവിധ മാരണക്കാരുടെ മാരണങ്ങളെ തൊട്ടും അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. കണ്ണേറുകാരുടെ കണ്ണേറുകളെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. ശൈത്താന്റെ ഷർറുകളെ തൊട്ട് അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലത്തെ ലൈവിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്, ഒരു ഭവനമാണെങ്കിൽ ആ ഭവനത്തിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ വീടുകളിൽ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണേ ഉമ്മ, വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം ഉപ്പ. നമ്മുടെ പരിശുദ്ധമായ ഈ മജ്‌ലിസ് കാണുന്ന ഓരോ മുഅ്മിനീങ്ങളും വീടുണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. വാടക വീട്ടിൽ കഴിയുന്നവരാണ്. വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ പോയും നാടുകളിലും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ഖൈറായ വീട് കൊടുക്കണേ അല്ലാ, ഖൈറായ വരുമാനം കൊടുക്കണേ അല്ലാ, കടക്കെണികളെ തൊട്ട് നീ കാക്കണേ അല്ലാ, അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കൊടുക്കണേ അല്ലാ, അതിനുള്ള വഴികളെല്ലാം എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മകന് സ്വാലിഹായ ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഹോസ്പിറ്റലിലാണ് റബ്ബേ, അല്ലാഹു ശിഫാവ് കൊടുക്കണേ അല്ലാ, അല്ലാഹു ശിഫാവ് കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ഇന്നത്തെ വിഷയം പറഞ്ഞു തുടങ്ങിയിട്ടില്ല, നമ്മൾ വിഷയം പറയാൻ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അറിഞ്ഞും അറിയാതെയും അത്തരം കാര്യങ്ങൾ നാം വെച്ച് പുലർത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ ദാരിദ്ര്യം അപ്പാടെ നീങ്ങിപ്പോകുമെന്ന് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അത്തരം കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ലൈവിൽ നമ്മൾ സംസാരിക്കുക. അപ്പൊ നമുക്ക് ഉപകാരപ്പെടുന്ന മജ്‌ലിസല്ലേ അല്ലേ? ആ വീട്ടിൽ സമാധാനം കിട്ടണം, റാഹത്തോടെ
താമസിക്കണം, ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ല, അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകണം, ഖൈറുണ്ടാകണം, സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം, നല്ല സന്തോഷമുണ്ടാകണം, സ്നേഹമുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട. അല്ലാഹു തആല എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 3 വർഷത്തോളമായി സുഖമില്ലാതെ ഒരു ഭാഗം തളർന്നു കിടക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ എഴുന്നേൽക്കണം, ഒന്ന് സംസാരിക്കണം, കുടുംബത്തോടൊപ്പം ശിഷ്ടകാലം നല്ല റാഹത്തോടെ ജീവിക്കണം എന്നുള്ളൊക്കെ അല്ലാഹു തആല ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കാക്കാന്റെ അസുഖം എന്താണ് എനിക്ക് വായിക്കാൻ പറ്റിയില്ല കേട്ടോ. കാക്ക എന്റെ അനിയന്റെ ചുമ മാറാനും കാക്കാന്റെ അലർജി അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ, ചുമ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അക്കോസോലയങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് എന്താ എനിക്ക് മനസ്സിലായില്ല. അക്കസോലയങ്ങൾ മനസ്സിലായില്ല. അല്ലാഹു തആല എല്ലാവിധ നിങ്ങളുടെ ഉദ്ദേശം എന്താണെങ്കിലും അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ ബറക്കത്തില്ലാത്തത്, ദാരിദ്ര്യമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എല്ലാരെയും പേരുകൾ വായിക്കാം കേട്ടോ. എബൌട്ട് ചാനൽ ഉപ്പായുടെയും ഇളയമ്മയുടെയും സ്വഭാവം നന്നാവൻ അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, നല്ല മനസ്സ് കൊടുക്കട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ, ഈമാൻ കൊടുക്കട്ടെ, മനസ്സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു എല്ലാവിധ ഖൈറും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മകന് അലർജിയുടെ അസുഖമുണ്ട്, അല്ലാഹു ശിഫാവ് കൊടുക്കട്ടെ. മക്കൾ അല്ലാഹു തആല നന്നാക്കി കൊടുക്കട്ടെ. അലർജി മാറാൻ വേണ്ടി ദുആ ചെയ്യണം. ഫൗസിയ വെളിയങ്കോട് മലപ്പുറത്ത് നിന്നല്ലേ. അല്ലാഹു തആല ശിഫാവ് കൊടുക്കട്ടെ. അലർജി സംബന്ധമായ എല്ലാ അസുഖങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ, ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, നല്ല മനസ്സ് കൊടുക്കട്ടെ. അല്ലാഹു തന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. അവനിലേക്ക് നമുക്കെല്ലാം സമർപ്പിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, മഹാരഥന്മാരുടെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ഓതുന്ന അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട്, സലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തന്ന എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു ഇനി ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുയുടെ രോഗങ്ങൾക്ക് ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. ആജിലായ കാമിലായ താമായ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ദുആഇനെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അടുത്ത് ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരുടെ എല്ലാ കാര്യങ്ങളും റബ്ബേ നിന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നീ അവർക്ക് പരിഹാരം കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്ന മുഅ്മിനീങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്, പരിഹാരം കൊടുക്കണേ അല്ലാഹ്, സമാധാനം കൊടുക്കണേ അല്ലാഹ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്, നിഅമത്ത് കൊടുക്കണേ അല്ലാഹ്, ഹിഫാളത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ കുടുംബങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരുടെ ഭാര്യമാരെ, അവരുടെ മക്കളെ, അവരുടെ ഭർത്താക്കന്മാരുടെ, അവരുടെ മാതാപിതാക്കളെ എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറിന്റെ ഭവനങ്ങളാക്കണേ അല്ലാഹ്, നിസ്കാരമുള്ള ഭവനങ്ങളാക്കണേ അല്ലാഹ്, ബറക്കത്തുള്ള ഭവനങ്ങളാക്കണേ അല്ലാഹ്, നിന്റെ തിരുനോട്ടമുള്ള ഭവനമാക്കണേ അല്ലാഹ്. ശൈത്താന്റെ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്, സാഹിരീങ്ങളുടെ സിഹറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്, ലാഇനീങ്ങളുടെ ലഅനത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്, കണ്ണേറുകാരുടെ കണ്ണേറുകളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ നീ ഖൈറിന്റെ കുടുംബങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ പേരുകൾ ഞാൻ വായിക്കാൻ കേട്ടോ. ഒരു പക്ഷേ നമ്മുടെ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചു പോയാൽ നമ്മുടെ ദുആ മാത്രമേ നടക്കുള്ളൂ. നമ്മുടെ വിഷയം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് നേരത്തേക്ക് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഞാൻ എല്ലാവരുടെയും കമന്റുകൾ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടാവും. അതിനനുസരിച്ച് ഞാൻ ദുആയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ആരെയും നമ്മൾ ഒഴിവാക്കൂല, ആരെയും നമ്മൾ വിട്ടുപോകൂല. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. മക്കൾ അല്ലാഹു തആല നന്നാക്കി കൊടുക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പരിശോധിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒന്നാമതായിട്ട് പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്നു, നിങ്ങൾ അധികം ഉറക്കമുള്ളവരാണോ? ചുമ്മാ വീട്ടിൽ കിടന്നുറങ്ങുന്നവരാണോ? എത്ര പേരുണ്ട് വീട്ടില് ചുമ്മാതെ കിടന്നങ്ങുറങ്ങും, വെറുതെ അലസന്മാരായി, മടിയന്മാരായി, കുഴിമടിയന്മാരായി, ചുമ്മാ ഒരു ജോലിക്കും പോവാതെ, ഒരു പണിയെടുക്കാതെ, നിസ്കരിക്കാതെ, ടിവിയും കണ്ട് തിന്നും കുടിച്ചും ചുമ്മാ സദാസമയവും ഉറങ്ങുന്ന ആളുകൾ എത്ര പേരുണ്ട്? ആ സ്വഭാവമുള്ളവർ എത്ര പേരുണ്ട്? ആ സ്വഭാവമുള്ളവർ. എന്നാൽ വളരെയധികം സൂക്ഷിക്കണം. കസറത്തുൻ നൗമി യൂജിബുൽ ഫഖറ. അധികമായി ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അവരുടെ കുടുംബത്തിൽ, അവരുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്
തലവേദനയാണ്, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഖൈറ ഒരു വീടുണ്ടാകണം, അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അള്ളാഹു അത് തന്ന അതിനുള്ള വഴികൾ എളുപ്പമാക്കട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? കസറത്തുൻ നൗമി, ഒരു പണിയുമില്ലാതെ തിന്ന് കുടിച്ച് വെറുതെ ഇങ്ങനെ സുഖിച്ച് ടിവിയും കണ്ട് സിനിമയും കണ്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആളുകളെ നിങ്ങൾ മുഖാന്തരം ആ ഭവനത്തിൽ ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഒന്ന്, അധിക ഉറക്കം. മനസ്സിലായ? കസറത്തുൻ നൗം, അധിക ഉറക്കം സൂക്ഷിക്കണം. ഇനി വന്നൗമു ഉരിയാനൻ ഇദാ ലം യസ്തതിർ ബിശൈഇൻ, പരിപൂർണരായിട്ട് ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത രീതിയിൽ കിടന്നുറങ്ങുന്ന ആളുകൾ. രാത്രിയും രാവിലെയും ഒക്കെ നമ്മുടെ റൂമില് വസ്ത്രമില്ലാതെ കിടന്നുറങ്ങുന്ന ആളുകൾ. എങ്ങനെ? ഇദാലം യസ്തതിർ ബിശൈഇൻ, അവന്റെ ശരീരത്ത് ഒരു പുതപ്പ് കൊണ്ടുപോലും മറയ്ക്കാതെ പരിപൂർണ നഗ്നരായി കിടന്നുറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവര് മുഖാന്തരം ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പോ അധികമായി ഉറങ്ങുന്നവർ, പരിപൂർണ നഗ്നരായി കിടന്നുറങ്ങുന്നവർ, അവർ മുഖാന്തരം അവരുടെ വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും. ഇത് ചിലപ്പോ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അസറിന് ശേഷം കിടന്നുറങ്ങുന്നവരെ ഉമ്മമാര് നല്ല ശക്തമായിട്ട് അടിച്ചും വഴക്ക് പറഞ്ഞും അവരെ വിളിച്ചുണർത്തുമായിരുന്നു. ഉസ്താദുമാരൊക്കെ, നമ്മളൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് കളിക്കാനൊന്നും താല്പര്യമില്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? ചുമ്മാ ബെഡിൽ കിടന്നുറങ്ങും. ഉസ്താദുമാര് ചൂരിലുമായിട്ട് ഒന്ന് നല്ല തല്ല് തല്ലും. എന്നിട്ട് പറയും, വെറുതെ അസറിന് ശേഷം കിടന്നുറങ്ങണ്ട, അത് ഒന്നാമത് ദാരിദ്ര്യമുണ്ടാകും, രണ്ടാമത് ബുദ്ധിക്ക് കുറവുണ്ടാകും, ഭ്രാന്ത് പിടിപെടുമെന്ന്. അസറിന് ശേഷം നിരന്തരമായിട്ട് ഉറങ്ങിയാൽ വല്ലാതെ മടിയായിരിക്കും പിന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അസറിന് ശേഷം കിടന്നുറങ്ങിയാൽ ഭ്രാന്ത്, ദാരിദ്ര്യം, അതുപോലെ തന്നെ അലസതയും മടിയും ഒക്കെ ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദറസിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കിടന്ന് അസറിന് ശേഷം കിടന്നുറങ്ങിയാൽ ഉസ്താദ് പതുക്കെ വന്നിട്ട് ചൂരലും കൊണ്ട് നല്ല അടി തരും. പണ്ടുള്ള ഉമ്മമാരൊക്കെ നല്ല തല്ലുമായിരുന്നു, വഴക്ക് പറയുമായിരുന്നു. അസറിന് ശേഷം കിടന്നുറങ്ങില്ല എന്ന് പറയുമായിരുന്നു. അപ്പോ ശ്രദ്ധിക്കുക, അതൊക്കെ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കസറത്തുൻ നൗമി, അധിക ഉറക്കം. വന്നൗമു ഉരിയാനൻ ഇദാ ലം യസ്തതിർ ബിശൈഇൻ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പരിപൂർണ നഗ്നരായിട്ട് കിടന്നുറങ്ങുന്ന ആളുകൾ, അവര് മുഖാന്തരം അവരുടെ ഭവനത്തിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇനിയോ? അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ. ഞാനിത് അവസാനം ചോദിക്കും, നിങ്ങൾ എണ്ണി എനിക്ക് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു തരണം. ഇനി അത് ഞങ്ങളത് ചെയ്യൂല, ഞങ്ങളത് ഒരിക്കലും ചെയ്യൂല എന്ന് എനിക്ക് വാക്കും തരണം. അല്ലാതെ ചുമ്മാ ലൈവും കണ്ട് കേട്ടിരുന്നിട്ട് അങ്ങ് പൊടിയും തട്ടി എഴുന്നേറ്റ് പൊക്കളയരുതാരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. നോട്ട് ദ പോയിന്റ്. അത് ബുക്കിലോ പേപ്പറിലോ കുറിച്ചിടണം. ഈ കാര്യങ്ങളിൽ ദാരിദ്ര്യമുണ്ടാകും, വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഇതുകൊണ്ടാണ് പൊന്നുമോനെ നിന്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുന്നത്, കടങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഒന്ന്, കസറത്തുൻ നൗമി, അധിക ഉറക്കം. രണ്ട്, പരിപൂർണ നഗ്നരായിട്ട് കിടന്നുറങ്ങുന്ന ആളുകൾ. മൂന്നാമതായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ രാത്രി ബന്ധപ്പെട്ടിട്ട് കുളിക്കാൻ വല്ലാത്ത മടിയായിരിക്കും. രാവിലെ എഴുന്നേറ്റ് സുബഹിയൊക്കെ നിസ്കരിക്കാൻ വല്ലാത്ത മടിയായിരിക്കും. ആർക്ക്? ഭാര്യയ്ക്കും ഭർത്താവിനും. ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അങ്ങനെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, നിസ്കാരമില്ല. അതേ ജനാപത്തുകാരനായ നിലയിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിൽ അങ്ങനെ ജനാപത്തുകാരനായ നിലയിൽ ഭക്ഷണം കഴിച്ചാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ കുളിക്കണം. ജനാപത്തുകാരനായ നിലയിൽ ഭക്ഷണം കഴിച്ചാൽ ജനാപത്തുകാരനായി ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് കുളിക്കണമെന്നാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം നമ്മൾ എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മരിക്കുമ്പോഴത്തെ ജനാപത്തുകാരനായി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ജനാപത്തുണ്ടാകും. ജനാപത്തുണ്ടായാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കുളിക്കണം. ഒന്നുകിൽ രാത്രി തന്നെ കുളിച്ച് കിടക്കണം, അല്ലെങ്കിൽ തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോഴോ സുബഹി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ
എഴുന്നേൽക്കുമ്പോഴോ എന്ത് ചെയ്യണം? കുളിക്കണം. അങ്ങനെ കുളിക്കാതെ ജനാപത്തുകാരനായതിനു ശേഷം കുളിക്കാതെ ഭക്ഷണം കഴിച്ചാൽ അത് ദാരിദ്ര്യമുണ്ടാക്കി തീർക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഷാഹിന മകൻ ഇന്റർവ്യൂ പാസ്സായിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇനി ജോലിക്ക് വിളിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു എളുപ്പമാക്കട്ടെ, ഖൈറായ ജോലി തരട്ടെ, ഖൈറായ വരുമാനം തരട്ടെ. നമുക്ക് മജ്ലിസ് ഉപകാരപ്പെടുന്നത് തന്നെയല്ലോ. എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കണ്ട. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. വൽ അക്ലു ജുനുബൻ. അപ്പൊ ജനാപത്തുകാരനായ നിലയിലോ ജനാപത്തുകാരിയായ നിലയിലോ ഭക്ഷണം കഴിച്ചാൽ അത് മുഖാന്തരം നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പല ആളുകളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കുളിക്കാൻ വല്ലാത്ത മടിയാ, രാവിലെ എഴുന്നേറ്റിട്ട് തണുപ്പ് കാരണം കുളിക്കാൻ വല്ലാത്ത മടിയന്മാരാണല്ലോ നമ്മള്. അങ്ങനെ കുളിക്കാത്ത നിലയിൽ ഭക്ഷണം കഴിക്കുന്നത് വലിയ ദോഷം ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ മൂന്നായെ ശ്രദ്ധിക്കണം. എനിക്ക് തിരിച്ചിങ്ങോട്ട് മറുപടി പറഞ്ഞു തരണം കേട്ടാ. അല്ലാഹു തആല ഖൈർ തരട്ടെ. വത്തഹാനു ബിസുഖാതത്തിൽ മാഇദത്തി. ശ്രദ്ധിക്കണം. ഡൈനിങ് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കുമ്പോഴായാലും ഭക്ഷണം കഴിക്കുമ്പോഴായാലും ഇരുന്ന് കുടിക്കണം. ആധുനിക സയൻസും ഡോക്ടർമാരും വളരെയധികം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് കുടിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കണം. എന്താണെന്നറിയാവോ അതിന്റെ കാരണം? 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. നിങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, ഇരുന്ന് കുടിക്കണം. എന്തേ കാരണം? സയൻസ് ഇപ്പോൾ അതിന്റെ കാരണം വെളിവാക്കുന്നു. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്ക് വെള്ളം പെട്ടെന്ന് എത്തിപ്പെടുകയും അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ എഞ്ചിനുകളുടെ, നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ പെട്ടെന്നാവുകയും ചിലപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ കാരണമാകുമെന്ന് സയൻസും ഡോക്ടർമാരും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു വെച്ചു, വെള്ളം കുടിക്കുന്നവരാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും ഇരുന്ന് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇരുന്ന് കഴിക്കണം, അത് സുന്നത്താണ്. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും എന്തെങ്കിലും ഒരു പറ്റ് താഴേക്ക് വീണുപോയാൽ, ഒരു ഭക്ഷണമാണെങ്കിലും അത് താഴേക്ക് വീണുപോയാൽ അതിനെ നിസ്സാരമായി കാണരുത്. കാരണം ഒരു മണി അരിയാണെങ്കിലും അതിന്റെ പിന്നിൽ എത്രയെങ്കിലും അധ്വാനങ്ങളുണ്ട്. ഒരു മണി അരിയാണെങ്കിലും അതിന്റെ പിന്നിൽ എത്രയെങ്കിലും അധ്വാനങ്ങളുണ്ട്, എത്രയെങ്കിലും മലക്കുകളുടെ ജോലികളുണ്ട്, അതിന്റെ പിന്നിൽ പരിശ്രമങ്ങളുണ്ട്. അപ്പോൾ ഒരു വറ്റുപോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. ഭക്ഷണം നമ്മുടെ കഴിക്കുന്ന പാത്രത്തിൽ നിന്നും തറയിലേക്ക് വീണുപോയാൽ എന്ത് ചെയ്യുക? അതൊന്നും എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കഴുകി കഴിക്കണം. ഇന്ന് കല്യാണ വീട്ടുകളിലായാലും മറ്റ് ഫംഗ്ഷനുകളിലൊക്കെ ആയാലും 4ഉം 5ഉം ചരുവത്തില് ചോറ് വെച്ചിട്ട് അവസാനം 3ഉം 4ഉം ചരുവം കൊണ്ട് തട്ടി ഭക്ഷണം കൊണ്ടുപോയി വേസ്റ്റ് ആക്കി കളയുന്ന പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഒരു പരിധിവരെയൊക്കെ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഭക്ഷണം വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട്, അത് വേസ്റ്റാക്കി കളയുന്ന ആളുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണല്ലേ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഉമ്മാടെ ക്യാൻസർ അല്ലാഹു തആല ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ചിറക്കൽ മീഡിയ നമ്മുടെ വർക്കൊക്കെ ചെയ്തു തരുന്ന പ്രിയപ്പെട്ട സഹോദരനാണ്. അല്ലാഹു സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ. കച്ചവടത്തിലൊക്കെ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കട്ടെ. ജീവിതത്തിലൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. കളഞ്ഞുപോയ സ്വർണ്ണാഭരണം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. റിസൾട്ട് അറിഞ്ഞത് ആകെ ടെൻഷനിലാണ്. മക്കളൊക്കെ ഉണ്ടാകുന്നതിനോട് ദുആ ചെയ്യണം. ഒരു ടെൻഷനും വേണ്ട. അല്ലാഹു തആല നിങ്ങൾക്ക് ഖൈർ തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. നിസാം കെ കുട്ടിയുടെ പനിയും ചുമയും മാറണം. അല്ലാഹു തആല ശിഫാവ് കൊടുക്കട്ടെ. എന്റെ മകൻ വാടക വീട്ടിലാണ്. അല്ലാഹു തആല സ്വന്തമായൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ദുആഇനെ എല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ വളരെയധികം ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ.
നമ്മുടെ ഭക്ഷണ തളികയിൽ നിന്നും പാത്രത്തിൽ നിന്നും ഒരു വറ്റു ഭക്ഷണം താഴേക്ക് പോയാലും അത് വളരെയധികം ശ്രദ്ധയോടെ കൂടി തിരിച്ചെടുത്ത് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കഴിക്കുകയും അത് നമ്മൾ വേസ്റ്റ് ആക്കി നമ്മളിപ്പോ വേണ്ടാത്ത ഭക്ഷണമാണെങ്കിൽ പോലും അത് പുറത്തേക്ക് കളയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് മറ്റ് ജന്തു ജീവജാലങ്ങൾക്ക് വേണ്ടി ഇട്ടുകൊടുക്കുകയും ചെയ്യണം. മനസ്സിലായില്ലേ? അതിനെ നിസാരമായി കാണരുത്. അങ്ങനെ നിസാരമായി കണ്ടാൽ അത് മുഖാന്തരം നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, മഹാരഥന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ, മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ, അല്ലാഹു ഖൈർ തന്ന് അനുഗ്രഹിക്കട്ടെ. എത്രയെങ്കിലും ആൾക്കാരുണ്ടാവില്ലേ തോന്നിയതുപോലെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അവിടെ നിന്ന് വളമ്പി ഇവിടെ നിന്ന് വളമ്പി ഇവിടെ നിന്ന് കൈയിട്ട് വാരി അവിടെ നിന്നും കൈയിട്ട് വാരി. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ അദബിലും മര്യാദയിലും കഴിക്കണം. 4 വിരലുകൾ മാത്രം ഉപയോഗിച്ച് കഴിക്കാൻ ശ്രമിക്കണം. ഈ ഭാഗം വിഷത്തിന്റെ അംശമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഭാഗത്ത്. അപ്പൊ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ മൂക്കുമുട്ട അടിച്ച് തിന്നുന്ന പ്രവണത നമ്മൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് കഴിച്ചു തുടങ്ങണം. ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കണം. ചുമ്മാ അവിടെ നിന്നും ഇങ്ങനെ കുഴച്ച് ഇവിടെ നിന്നും കുഴച്ച് ആ ഒരു മാരിയില്ല അവിയല് പരുവത്തിലാക്കി എടുത്ത് കഴിക്കുന്ന ആ ഒരു പ്രവണത നമ്മൾ ഒഴിവാക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ബഹുമാനത്തിലും ആദരവിലും നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തരട്ടെ. അതിനെ നിന്ദിച്ചാൽ, നിസാരമാക്കിയാൽ, അതിനെ അലംഭാവത്തോടു കൂടി കണ്ടാൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇനിയോ വഹറഖു ഖിശ്രിൽ ബസലി വഖിശ്രി സൂമി, ദാരിദ്ര്യമുണ്ടാകുന്നതിന്റെ മറ്റൊരു കാരണം, വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുന്നതിന്റെ മറ്റൊരു കാരണം അറിഞ്ഞോ അറിയാതെയോ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കറിക്ക് വേണ്ടി നമ്മൾ ഉരിഞ്ഞെടുക്കുന്ന സവാളയുടെ തൊലി, വെളുത്തുള്ളിയുടെ തൊലി, സവാളയുടെ തൊലി ഇല്ലേ, സവാളയുടെ തോട്, സവാളയുടെ തോടും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തോടുമൊക്കെ കരിച്ചു കളയുന്ന ആളുകളുണ്ട്. അതെല്ലാം എടുത്ത് അടുപ്പിലോട്ട് കൂട്ടിയിട്ട് കത്തിച്ചു കളയുന്ന ആളുകളുണ്ട്. ഒരിക്കലും അത് കത്തിച്ചു കളയാൻ പാടില്ല. അത് ഏതെങ്കിലും ചെടിയുടെ മൂട്ടിലേക്കോ തെങ്ങിന്റെ മൂട്ടിലേക്കോ അത് മാറ്റിയേക്കണം, അത് കളഞ്ഞേക്കണം. അല്ലാതെ വെളുത്തുള്ളിയുടെ തൊലിയോ സവാളയുടെ തൊലിയോ നിങ്ങൾ കത്തിച്ചാൽ, കരിച്ചാൽ അത് മുഖാന്തരം ദാരിദ്ര്യമുണ്ടാകും. അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്തുകൊണ്ടാണ് ഉസ്താദ് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതങ്ങനെ കരിച്ചാൽ ദാരിദ്ര്യമുണ്ടാകും. ഇൻഷാ അല്ലാഹ് പറയുന്ന അനുസരിച്ച് കേട്ട് നമ്മൾ അത് പഠിക്കണം. ഉമ്മമാരൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെടുത്തൊക്കെ പറയുമ്പോൾ എടി അടുക്കള വൃത്തിയാക്കി എടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം വാരി അയ്യത്തോട്ടെടുത്ത് കളയാൻ മടി കാരണം എന്ത് ചെയ്യും? അതെല്ലാം കൂടെ നീക്കിയെടുത്ത് അടുപ്പിനകത്തോട്ട് കൂട്ടിയിട്ടിട്ട് അതങ്ങോട്ട് ആ വിറവിന്റെ കൂടെ കൂട്ടി വെച്ചങ്ങോട്ട് കത്തിക്കും. സവാളയുടെ തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാറ്റി വെച്ചിട്ട് അത് മറ്റേ വളമായിട്ട് ചെടികൾക്കോ അല്ലെങ്കിൽ മറ്റു മരത്തിനൊക്കെ ഇട്ട് കൊടുക്കണം. അല്ലാതെ കരിക്കരുത്. കരിച്ചാൽ അത് മുഖാന്തരം ദാരിദ്ര്യമുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടോ? പഠിക്കണം, അതിനനുസരിച്ച് ചെയ്യണം. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. ഇനി വകൻസുൽ ബൈത്തി ബില്ലൈലി, എത്ര പറഞ്ഞാലും നമ്മുടെ ഉമ്മമാർക്ക് മനസ്സിലാവത്തില്ലേ? എത്ര പറഞ്ഞാലും നിങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത്, ഉമ്മമാർക്ക് എൻ്റെ അടുത്ത് വെറുപ്പ് തോന്നരുത്. നിങ്ങളൊക്കെ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് വകൻസുൽ ബൈത്തി ബില്ലൈലി. എന്താണെന്നറിയാവോ? രാത്രി നിങ്ങൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ്. എന്താണെന്നറിയാവോ? വകൻസുൽ ബൈത്തി ബില്ലൈലി, രാത്രി വീട് അടിച്ചു വാരരുത്, അത് ദാരിദ്ര്യമുണ്ടാക്കും. പല ഉമ്മമാരും സഹോദരിമാരും എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കാത്തിരുന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സന്ധ്യ ആകുമ്പോഴത്തേക്ക് കുറ്റിത്തുറപ്പ് എടുത്തോണ്ട് മുറ്റം തൂക്കാൻ ഇറങ്ങും. അതുപോലെ തന്നെ വീടടിച്ചു വരാൻ വേണ്ടി കയറും രാത്രി ആകുമ്പോഴേ. അതുവരെ അവർക്ക് സമയം ഉണ്ടാവില്ല. പക്ഷേ രാത്രി ഇങ്ങനെ അടിച്ചു വാരിയാൽ
അത് മുഖാന്തരം നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എല്ലാവരിലേക്ക് ഷെയർ ചെയ്യണമുണ്ടല്ലോ, പഠിക്കണം. അല്ലാഹു തആല നീ അങ്ങനെ ചെയ്യോ? വീട്ടിൽ രാത്രി അടിച്ചു വാരാൻ നിൽക്കോ? അടിച്ചു വാരണ മക്കളെ കണ്ട തലമണ്ടൊക്കെ ഒരെണ്ണം കൊടുക്കണം. എടി നിന്റെ അടുത്തല്ലേ പറഞ്ഞത് തൂക്കരുതെന്ന്? രാത്രിയേ ഇവർ അടിച്ചു വാരുള്ളൂ. അങ്ങനെ ഒരു പതിവ് അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് മുഖാന്തരം ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ വീട്ടുകളിലൊക്കെ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് രാത്രി തൂക്കുമ്പോഴത്തേക്ക് പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഉസ്താദെ ദാരിദ്ര്യമാണ് കടമാണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തും ചെയ്യുകയും കൂടെ ചെയ്താ പിന്നെ ആ ദാരിദ്ര്യം മാറോ? കടം മാറോ? ബുദ്ധിമുട്ട് മാറോ? അല്ലാഹു തആല ബറക്കത്ത് തരട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. പിന്നെ മഹത്തുക്കൾ പറയുന്നുണ്ട്, വീട്ടില് മൂട്ട പോലെയുള്ള ജീവികളുണ്ടല്ലോ, മൂട്ട, ഉപദ്രവകാരികളായ മൂട്ട പോലെയുള്ള ജീവിയെ അത് ഇങ്ങനെ കൊല്ലാതെ എന്ത് ചെയ്യുക, വിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞാൽ അത് മുഖാന്തരവും ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് അല്ലാഹു തആല കാത്തിരിക്കട്ടെ. നമ്മളെ കട്ടിന്റെ അടിയിലൊക്കെ ഇരുന്നിട്ട് നമ്മളെ രക്തം ഊറ്റി കുടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മൂട്ട. കുമാമത്ത് എന്ന് പറഞ്ഞാൽ മൂട്ടയാണെന്നാണ് എന്റെ വിശ്വാസം. മൂട്ട, ചെള്ള്, മൂട്ട, അതുപോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം? അതും ഉപദ്രവകാരികളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൊന്നുകളയണം, നശിപ്പിച്ച് കളഞ്ഞേക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ പല്ലിയെ കൊല്ലാൻ പറയുന്ന ഇസ്ലാം, പടച്ചവനെ പല്ലിയെ കൊല്ലാൻ പാടില്ല. എന്തുകൊണ്ടാണ് പല്ലിയെ കൊല്ലാൻ പറഞ്ഞത്? അതിന്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചില പല്ലികൾക്ക് ഭയങ്കര വിഷമാണ്, ചില ജീവികൾക്ക് ഭയങ്കര വിഷമാണ്. മിണ്ടാപ്രാണികളെ വരെ കൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഇസ്ലാമാണോ നമ്മുടെ ഇസ്ലാം പല്ലീനെ കൊല്ലാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു? തലയിൽ പേൻ കൂടുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? അത് നമുക്ക് ബുദ്ധിമുട്ടാവൂലേ? നമ്മളിങ്ങനെ ചൊറിഞ്ഞും മാന്തിയും നഖത്തിന്റെ ഇടയിലൊക്കെ ആ പേൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇഷ്ക എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊല്ലും. അത് പാപമല്ല അല്ലേ? അത് പാപമല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ പാപമാവുന്നത്? ഉപദ്രവകാരികളായ പേൻ അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. തർക്കുൽ ഖുമാമത്തി, പേനാണോ ചെല്ലാണോ എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എന്തായാലും അത്തരം ഉപദ്രവകാരികളായ ജീവികളെ നമ്മൾ എന്ത് ചെയ്യുക? നശിപ്പിച്ച് കളയുക. തർക്കുൽ ഖുമാമത്തി ഫിൽ ബൈത്തി, പേൻ ഉപേക്ഷിക്കലെന്നാണോ? പേനാണോ ചെള്ളാണോ എന്ന് ഞാൻ ഡിക്ഷണറിയിൽ നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഞാനത് സംശയം ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞുതരാം. എനിക്കത് കൂടുതൽ മനസ്സിലായിട്ടില്ല കേട്ടോ. അറിഞ്ഞുകൂടാത്ത നമ്മൾ അറിഞ്ഞുകൂടാന്ന് തന്നെ പറയണമല്ലോ. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ അത് കാരണവും നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇനി ഇതിന്റെ അർത്ഥം അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ, ഉസ്താദ്മാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അല്ലാഹു തആല ഈമാൻ തരട്ടെ, നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമു തരട്ടെ. അല്ലാഹു തആല നമ്മുടെ ഭവനത്തിനെ അനുഗ്രഹിക്കട്ടെ, ബറക്കത്ത് തരട്ടെ, ഹിഫാളത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി വളരെയധികം ശ്രദ്ധിക്കണം. വൽ മശീഉ അമാമൽ മശായിഖി, വലിയ പണ്ഡിതന്മാരുടെ മുന്നിലൂടെ, വലിയ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാരുടെ മുന്നിലൂടെ, ശൈഖന്മാരുടെ മുന്നിലൂടെ അനാദരവോടെ നടക്കുക. അവരെ മുന്നിൽ കൂടെ മുണ്ടും മടക്കി കുത്തിയിട്ട് ഞാൻ വലിയ ആളാണ്, കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞ് മുണ്ടും മടക്കി കുത്തിയിട്ട് മഹാരഥന്മാരാകുന്ന ആളുകളുടെ മുന്നിലൂടെ, തങ്ങൾമാരുടെ മുന്നിലൂടെ, അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ മുന്നിലൂടെ മുണ്ടും മടക്കി കുത്തി ബഹുമാനമില്ലാത്ത രീതിയിൽ അനാദരവോടുകൂടി നടന്നാൽ അത് മുഖാന്തരം നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഏതെങ്കിലും തങ്ങൾ വന്നാലോ ഏതെങ്കിലും പണ്ഡിതന്മാർ വന്നാലോ നമ്മൾ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട. വലിയ മഹാരഥന്മാര് നമ്മുടെ മുന്നിലൂടെയൊക്കെ വന്നാൽ നമ്മൾ എന്തിനും വലിയ ഭവ്യതയോടുകൂടി മാറി നിൽക്കണം. അവരുടെ മുന്നിലൂടെ വലിയ ഡമ്പും കാണിച്ച് അഹങ്കരിച്ചുകൊണ്ട് നടന്നാൽ അത് മുഖാന്തരം നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രവണതയും നമ്മൾ മാറ്റിവെക്കണം. ഇനിയോ വളരെയധികം ശ്രദ്ധിക്കേണ്ട അടുത്ത കാരണം നമ്മളെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കണം. ഇന്ന് ന്യൂജൻ ആണല്ലോ, ഇന്ന് ന്യൂജൻ മക്കളുടെ കാലമാണ്. അവര് ചിലപ്പോ ഉമ്മയെ ഡാഡി എന്ന് വിളിക്കും, മമ്മി എന്ന് വിളിക്കും, ചിലപ്പോ പേര് എന്നെ വിളിക്കും, ഹാരിസെ എന്ന് വിളിക്കും. ഹാരി എന്റെ വാപ്പ, ഹാരി വാപ്പ, ശൈല വാപ്പ, ശൈല ഉമ്മ, അതുപോലെ തന്നെ ആമിന ഉമ്മ, പേര് വിളിക്കുന്നുണ്ട്. വനിദാഉൽ വാലിദൈനി ബിസ്മിഹിമാ,
മാതാപിതാക്കളുടെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അവരെ വിളിച്ചാൽ വനിദാഉൽ വാലിദൈനി ബിസ്മിഹിമാ, ആ മാതാപിതാക്കളുടെ പേര് കൊണ്ട് വിളിച്ചാൽ ആ അങ്ങനത്തെ കാരണം കൊണ്ടും നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അൽ അമീൻ പൊടിച്ചില്ലേ, ജോലിയിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ, ശമ്പളം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഖൈറ് കൊടുക്കട്ടെ, അള്ളാഹു തആല എല്ലാം ഖൈറിലാക്കട്ടെ, എല്ലാം നിലനിർത്തി തന്നെ അനുഗ്രഹിക്കട്ടെ, ആ ജോലിയൊക്കെ അള്ളാഹു പുരോഗതി കൊടുക്കട്ടെ, എല്ലാവിധ ഖൈറും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ മാതാപിതാക്കളുടെ പേര് വിളിക്കുന്ന, ഭർത്താവിന്റെ പേര് വിളിക്കുന്ന ന്യൂജൻ സഹോദരിമാരും ന്യൂജൻ സഹോദരങ്ങളും ന്യൂജൻ മക്കളും വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആ ഒരൊറ്റ പേര് വിളി കാരണം പാപ്പാടെ പേര് വിളിക്കുന്ന മക്കളുണ്ട്. ഉമ്മാടെ 24 മണിക്കൂർ അവരും ഉമ്മാടെ പേരെ വിളിക്കുള്ളൂ, പാപ്പാടെ പേരെ വിളിക്കുള്ളൂ, ഇക്കാടെ പേരെ വിളിക്കുള്ളൂ. ഇത് കാരണം നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വനിദാഉൽ വാലിദൈനി ബിസ്മിഹിമാ, മാതാപിതാക്കളെ പേര് കൊണ്ട് നിങ്ങൾ വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്നവരുണ്ടാ? എന്റെ മക്കൾ അങ്ങനെ വിളിക്കണമെന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടാ? തിരുത്തണം, മുളയിലേ നുള്ളണം. മക്കളെ, പൊന്നുമക്കളെ, ഒരു ഉമ്മമാരുടെയും പേരുകൾ നിങ്ങൾ വിളിക്കരുത്. അത് കാരണം നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു തആല ദാരിദ്ര്യം തരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? റഷീദ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സാജിദ അസ്ലം മുഹമ്മദ് സാദെ, എനിക്കൊരു കമ്മല് കളഞ്ഞു കിട്ടി, അത് എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരണം. 40 ദിവസത്തോളം വിളംബരം ചെയ്യണമെന്നാണ്. നമുക്ക് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ പബ്ലിസിറ്റി ചെയ്യണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ചെയ്യാൻ പറ്റും, വാട്സപ്പിൽ പബ്ലിസിറ്റി ചെയ്യാൻ പറ്റും. എനിക്കൊരു കമ്മല് കളഞ്ഞു കിട്ടി, ഇന്ന സ്ഥലത്ത് നിന്നാണ്, അതിന്റെ അടയാള സഹിതം പറഞ്ഞു വരുന്ന ആളുകൾ അത് അവർക്ക് തിരിച്ചു തരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് 40 ദിവസം നമ്മൾ എന്ത് ചെയ്യണം? അത് വിളംബരം ചെയ്യണമെന്നാണ്. 40 ദിവസം എന്നാണോ, ഒരു വർഷം എന്നാണോ? അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അതിന്റെ ഉടമസ്ഥൻ നമ്മുടെ അടുക്കലേക്ക് വിളംബരം ചെയ്തിട്ട് നമ്മുടെ അടുക്കലേക്ക് എത്തിയാൽ അതിന്റെ ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുക്കണം. ഇനി അത് ആരും എത്തിയിട്ടില്ല എങ്കിൽ അത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. എന്ത് പൊതു മുതലിലേക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. അങ്ങനെയാണ്. അപ്പൊ നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത് പബ്ലിസിറ്റി ചെയ്യണം. എനിക്കൊരു സ്വർണം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഉടമസ്ഥൻ എന്റെ എന്ത് ചെയ്യാ, അത് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഇപ്പൊ ഷെയർ ചെയ്യാമല്ലോ, വിളംബരം ചെയ്യാം. പണ്ട് കാലങ്ങളിൽ പെരുമ്പറ കൊട്ടിയിട്ടാണ് വിളംബരം ചെയ്തുകൊണ്ടിരുന്നത്. ഡും 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 ഡും, നാട്ടുകാരെ, രാജാവിന്റെ കൽപ്പന എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്നത് മാറി. ഇന്ന് വാട്സപ്പിൽ കൂടെയാണ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബിലൂടെയൊക്കെയാണ് പബ്ലിസിറ്റി ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന മാധ്യമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എനിക്ക് ഇന്നൊരു കമ്മല് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അതിന്റെ അവകാശി ആരാണെങ്കിലും ഇത് പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ആ കമ്മല് ആരുടേതാണെങ്കിലും അവരെന്നെ സമീപിക്കണം, ഫോൺ നമ്പർ കൊടുക്കണം, അവരുടെ അടയാളങ്ങൾ സഹിതം പറയുമ്പോഴത്തേക്ക് അവർക്കത് തിരിച്ചു കൊടുക്കണം. ഒരു വർഷമാണെന്നാണ് എൻ്റെ ഒരു വർഷം വരെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. എന്നിട്ടും അവർ വന്നിട്ടില്ല എങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് പൊതുമുതലിലേക്ക് അത് കൊടുക്കുകയോ പാവപ്പെട്ടവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയോ സദഖ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം. മനസ്സിലായില്ലേ? അല്ലാഹു തആല മനസ്സിലായി. ഞാൻ കിതാബിൽ അങ്ങനെയാണ് വായിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ജോലിയിൽ അല്ലാഹു ബറക്കത്ത് തരട്ടെ. കുട്ടി അല്ലാഹു സ്വാലിഹീങ്ങളായ കുട്ടികളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ശ്രദ്ധിക്കണം. വനിദാഉൽ വാലിദൈനി ബിസ്മിഹിമാ, മാതാപിതാക്കളെ പേരുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന നൂജൻ മക്കളെ, നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ വീട്ടിൽ കടമുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും, പട്ടിണിയുണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. മഹാരഥന്മാര് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗസ്ലുൽ യദൈനി ബിത്തീൻ വ ഗസ്ലുൽ യദൈനി ബിത്തീൻ, ചെളി കൊണ്ട് കൈകൾ കഴുകിയാൽ അത് മുഖാന്തരം ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചെളി കൊണ്ട് ചേർന്നൊക്കെ അറിയില്ലേ, അതുകൊണ്ട് കൈകൾ കഴുകിയാൽ അതുകൊണ്ടും ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇനിയോ
നമസ്കാരം അലസതയോടെ കാണുന്നവർ, നിസ്കരിക്കാൻ മടിയുള്ളവർ. ഞാൻ കമന്റുകളൊക്കെ വായിക്കും കേട്ടോ. വിശാലമായ കമന്റുകളൊക്കെ വായിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. കമന്റുകൾ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നുണ്ട്. ഞാൻ മൊബൈൽ നോക്കിയാണ്, എൻ്റെ തന്നെ മൊബൈൽ നോക്കിയിട്ടാണ് ഞാൻ ഈ വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറവുകളുണ്ട്. ലാപ്ടോപ്പോ മറ്റു വേറൊരു ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് നോക്കി വായിക്കാമായിരുന്നു. അപ്പോൾ ഞാൻ വായിക്കുന്നത് ഇനി വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയാൽ മതി കേട്ടോ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ഈമാൻ തരട്ടെ. ഷെയർ ചെയ്യുന്നുണ്ടോ? എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടോ? ലൈക്ക് ചെയ്യുന്നുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇതിന്റെ പ്രബോധകരാണ്, പ്രചാരകരാണ്, നിങ്ങളാണ് ഇതിന്റെ സംഘാടകർ, നിങ്ങളാണ് ഈ മജ്‌ലിസ് വിജയിപ്പിക്കേണ്ടത്. നിങ്ങളിലൂടെയാണ് എല്ലാവരിലേക്കും എത്തിപ്പെടേണ്ടത്. അല്ലാഹു തആല ആ ഷെയർ ചെയ്യുന്നതിലൂടെ ജാരിയായ സദഖകളുടെ പ്രതിഫലം അല്ലാഹു തന്നനുഗ്രഹിക്കട്ടെ. ഈമാൻ അല്ലാഹു തന്നനുഗ്രഹിക്കട്ടെ. മുറാദുകൾ ഹാസിലാക്കട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വതഹാവു ബിസ്സലാത്ത്. നിസ്കാരത്തിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാനാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു ലൈവ് തന്നെ നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. സമയവും അധികരിച്ചു വരികയാണ്. വതഹാവു ബിസ്സലാത്ത്. നിസ്കാരത്തിനെ അലംഭാവത്തോടുകൂടി കാണുന്നവർ, നിസ്കരിക്കാൻ മടി കാണിക്കുന്നവർ, അതിനെ നിസാരതയോടുകൂടി കാണുന്ന ആളുകൾ, അവർ മുഖാന്തരം അവരുടെ കുടുംബത്തിലും വീട്ടിലുമൊക്കെ ദാരിദ്ര്യം ഉണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടാവുന്നതെന്ന്? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി മറ്റൊന്ന്, വഖിയാതത്തു സൗബി വഹുവ അലാ ബദനിഹി. നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ തയ്ക്കുക. നമ്മൾ ഇട്ടിരിക്കുന്ന ജുബ്ബയാണെങ്കിലും പാന്റ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് വസ്ത്രങ്ങളാണെങ്കിലും അത് ഇട്ടുകൊണ്ട് തന്നെ, വസ്ത്രം ധരിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ശരീരം ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ തയ്ക്കുക. അങ്ങനെ തയ്ച്ചാൽ അത് ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹത്തുക്കൾ, മഹാരഥന്മാര്, പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബട്ടൺസ് തയ്ക്കണം, ഇനിയിപ്പോ ഊരാനൊന്നും വയ്യ, ഇങ്ങനെ വെച്ചിട്ട് തന്നെ അങ്ങ് തയ്ക്കാം. അങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ വസ്ത്രം തയ്യൽ നടത്തിയാൽ, തയ്ക്കുക എന്നല്ലേ പറയുക, തുന്നുക. അങ്ങനെ തുന്നിയാൽ അത് കാരണം ദാരിദ്ര്യം ഉണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വഖിയാതത്തു സൗബ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ സൈഡ് കീറിപ്പോയാൽ നമ്മൾ അങ്ങനെ വെച്ച് തന്നെ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? തയ്ക്കും, തുന്നും. അങ്ങനെ ഉണ്ടായാലും അത് ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വതർക്കു ബൈത്തിൽ അങ്കബൂത്ത്. അതും വളരെയധികം ശ്രദ്ധയാണ്. ചില ആളുകളുടെ വീട്ടിലേക്ക് കയറി ചെന്ന പ്രേതാലയമാണോ എന്ന് തോന്നിപ്പോകും. വീടിന്റെ മുക്കിലും മൂലയിലുമൊക്കെ ഇങ്ങനെ ചെലന്തി കൂടുകെട്ടി വലകെട്ടി വല്ലാതെ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ചില ആളുകളുടെ വീട്ടിൽ ചെന്ന. ഒരു കാരണവശാലും അങ്ങനെ കൂടുകൂട്ടാൻ സമ്മതിക്കരുത്. അത് മുഖാന്തരം ദാരിദ്ര്യമുണ്ടാകും. എന്റെ കോണ്ടാക്ട് നമ്പർ ദേ താഴെ കൊടുത്തിട്ടുണ്ട്. 7907010811. നമ്മുടെ മജ്‌ലിസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നമ്മുടെ നേരെ പോകുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കായിരിക്കും. ഇൻഷാ അല്ലാഹ് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ അതിൽ ചേരുക. ഇനി അതെല്ലാം നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ ആഡ് ചെയ്യാൻ പറയാനാണെങ്കിൽ എൻ്റെ നമ്പറുണ്ട്. ആരും വിളിക്കരുത്, ദയവ് ചെയ്ത് ഈ സമയത്ത് ആരും വിളിക്കരുത്. ലൈവിന്റെ സമയത്ത് ആരും വിളിക്കരുത്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന് മറുപടി തരും. 7907010811. അത് താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ ടാസ്ക് ബാറിൽ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് തരട്ടെ, ഈമാൻ തരട്ടെ, പഠിക്കാനുള്ള നല്ല മനസ്സ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ശ്രദ്ധിക്കണം. വാ തർക്കു ബൈത്തിൽ അങ്കബൂത്തി ഫിൽ ബൈത്തി. വീട്ടിൽ ചെലന്തി വല കെട്ടാൻ അനുവദിക്കരുത്. അങ്ങനെ വീടുകൾ നമ്മൾ എന്ത് ചെയ്യണം? അടിച്ചു വാരണം. അതുപോലെ തന്നെ ചെലന്തി വലയൊക്കെ നീക്കം ചെയ്യണം. അങ്ങനെ ചെലന്തി വല വെച്ചുകൊണ്ടിരുന്നാൽ അത് മുഖാന്തരം നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി മറ്റൊരു കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം. പള്ളിയില് നിസ്കരിക്കാൻ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോ സലാം വീട്ട്. നമ്മൾ ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പേ ചില ആൾക്കാർ പുറത്തിറങ്ങി കാണും. അങ്ങനെ ധൃതി വെച്ചിട്ട് പള്ളിയിൽ നിന്നും ധൃതി വെച്ച് ഇറങ്ങിപ്പോകുന്നത് കണ്ടാൽ നിങ്ങൾ സൂക്ഷിക്കണേ. അത് മുഖാന്തരം ദാരിദ്ര്യമുണ്ടാകും. നിസ്കരിച്ചിട്ട് കുറച്ചു നേരമെങ്കിലും അവിടെ ഇരിക്കണമെന്ന്, അവിടെ ഇരുന്നിട്ടൊന്ന് ദുആ ചെയ്യണമെന്ന്. ദാരിദ്ര്യം മാറാൻ, പട്ടിണി മാറാൻ, വീടുണ്ടാകാൻ, കടങ്ങൾ മാറാൻ, ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ, മക്കൾ സ്വാലിഹീങ്ങളാകാൻ, മക്കളുണ്ടാകാൻ, അതുപോലെ തന്നെ ഖൈറ
ഹൈറായ രീതിയിൽ ഇണയെ കിട്ടാൻ, സ്വാലിഹായ മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി, പഠന പുരോഗതിക്ക്, ബുദ്ധി വികാസത്തിന് വേണ്ടി നിങ്ങളുടെ എന്തൊക്കെ മുറാദുകളുണ്ടോ, എന്തൊക്കെ വിഷമങ്ങളുണ്ടോ, നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു 5 നേരം നിങ്ങളെ പടച്ച തമ്പുരാന്റെ മുന്നിൽ കൈനീട്ടി യാചിച്ച് കെഞ്ചി കരഞ്ഞ് അപേക്ഷിക്കണം. അല്ലാതെ ഇമാമു സലാം വീട്ടണതിന് മുമ്പേ എഴുന്നേറ്റ് ഓടാൻ നിൽക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ വൈസറാഉൽ ഖുറൂജി മിനൽ മസ്ജിദി, അത് മുഖാന്തരം നമ്മൾക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് മുഖാന്തരം ദാരിദ്ര്യമുണ്ടാകും. അതെ, നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആ ലിങ്കിൽ നിങ്ങൾ തൊട്ടാൽ മതി, നേരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോയി ജോയിൻ ആയിക്കോളും കേട്ടോ. അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ, എല്ലാവരെയും സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും ഇരു ലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. വൈസ്റാഉൽ ഖുറൂജി മിനൽ മസ്ജിദി, പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ട് പടക്കേ എന്ന് പറഞ്ഞിറങ്ങിപ്പോയാൽ അത് മുഖാന്തരം ദാരിദ്ര്യമുണ്ടാകാൻ കാരണമാകും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇനി മറ്റൊരു വിഷയം, പള്ളിയിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകും. ഇനിയോ വതബക്കുരി ബിസ്സഹാബി ഇലൽ അസ്വാഖി വൽ ബുതുഉ ഫിൽ റുജൂഇ, അങ്ങാടിയിലേക്ക്, മാർക്കറ്റിലേക്ക് അതിരാവിലെ പോകും. മാർക്കറ്റ്, സിറ്റി, പട്ടണം, ചന്ത, മാർക്കറ്റ്, ഇവിടേക്കൊക്കെ വളരെ നേരത്തെ പോകും. എന്നിട്ട് അവിടെ നാട്ടുകാരുമായിട്ടുള്ള കുശുമ്പും കുഞ്ഞായ്മയൊക്കെ പറഞ്ഞ് ചായയും കുടിച്ചുള്ള തമാശയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പോസ്റ്റോടെ മറിഞ്ഞടപ്പുണ്ടായിരിക്കും. ബസ് സ്റ്റോപ്പിലിരിക്കും, പിന്നെ ചന്തയിലിരിക്കും, കടകളിലിരിക്കും, പിന്നെ വീട്ടിലേക്ക് കയറി വരുന്ന വൈകിട്ടായിരിക്കും. രാവിലെ മീൻ വാങ്ങാൻ പോയ വാപ്പ പിന്നെ വരുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കായിരിക്കും. ഈ പെണ്ണുപിള്ള ഇങ്ങനെ കാത്തിരിക്കുക, ഇക്ക ഇപ്പം മീൻ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട്. ഇക്ക അവിടെ എന്ത് ചെയ്യുക, ഉള്ള നാട്ടുകാരുടെ അത്രയും കുശലവും പറഞ്ഞ് വിശേഷവും പറഞ്ഞ് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുക. രാവിലെ പോയ കാക്കായാണ്, 8 മണിക്ക് പോയ കാക്കായാണ്, 1 മണിയായിട്ടും ഇക്ക മീൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോ വളരെ നേരത്തെ തന്നെ ചന്തകളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ആ ചന്തയിൽ നിന്നും വളരെ വൈകി തിരിച്ചു വരുന്നു, വളരെ വൈകി. അപ്പൊ മാർക്കറ്റിൽ പോയാൽ പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ വേണ്ടി നിൽക്കണം. നമ്മളെ തൗഫീഖ് മനസ്സിൽ അല്ലാഹു തആല അവർക്ക് ഈ ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. അവിടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. നമ്മുടെ ലൈവിൽ ആദ്യം കമന്റ് ചെയ്തതാണ് തൗഫീഖ് മനസ്സിൽ. അല്ലാഹു തആല എല്ലാവിധ മുറാദുകളും ഹാസിലാക്കട്ടെ. അല്ലാഹു തആല ഖൈറും ബർക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വീട്ടിൽ ഇടങ്ങേറുകൾ അല്ലാഹു തആല മാറ്റി തരട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല മാറ്റി തരട്ടെ. സിഹ്ർ അല്ലാഹു തആല ബാത്തിലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്താം. ഇമാമുദ്ദീൻ വർക്കല അല്ലാഹു തആല ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ദുആയിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഷെയർ ചെയ്യണേ നമ്മുടെ മജ്ലിസ് എല്ലാവരിലേക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോ ചന്തയിലേക്ക് വളരെ നേരത്തെ പോവുകയും ആ ചന്തയിൽ നിന്നും മാർക്കറ്റിൽ നിന്നും പട്ടണത്തിൽ നിന്നും ഒക്കെ വളരെ വൈകി എത്തുകയും ചെയ്താൽ അത് കാരണം ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇനിയോ വതർക്കു ഗസ്ലിൽ അവാനി, തിന്നിട്ട് പാത്രം കഴുകാതെ വെച്ചിട്ട് പോകും. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ പാത്രം അങ്ങനെ തന്നെ ഇട്ടിട്ട് പോകും. ഹോസ്റ്റലിലേക്ക് താമസിക്കുന്ന പിള്ളേരൊക്കെ അറിയാം, എങ്ങനെ തിന്നോ അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോകും. പാത്രം കഴുകത്തൂല്ല, ആ വെച്ചുണ്ടാക്കിയ പാത്രങ്ങൾ കഴുകി നിൽക്കൂല. ചില ഉമ്മമാർ അങ്ങനെയാണല്ലോ, അവിടെ ഇട്ടിട്ട് അങ്ങ് പോകും. എനിക്ക് വയ്യ, ഞാൻ പോകണം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോകും. എന്നിട്ടല്ലേ മോളെ വിളിച്ചിട്ട് പറയും. മോളാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അവർ ചിലപ്പോൾ പോണത് നാളെ ആയിരിക്കും. അപ്പൊ അതങ്ങനെ ഇട്ടേച്ച് പോകരുത്, മനസ്സിലായില്ലേ? കഴിച്ച പാത്രങ്ങളും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്ത കറിയൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളുമൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കണം. അതങ്ങനെ ഇട്ടേച്ച് പോകരുത്. അങ്ങനെ പോയാൽ അത് മുഖാന്തരവും ദാരിദ്ര്യമുണ്ടാകും. അപ്പൊ നമ്മൾ നിസ്സാരമായി കണ്ട കാര്യങ്ങളൊക്കെ അല്ലേ അത്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി നമ്മുടെ മുന്നിലേക്ക് കൈനീട്ടി യാചിച്ച് ഒരു യാചകൻ വന്നപ്പോഴത്തേക്ക് നമ്മളുണ്ടായിരുന്ന ഭക്ഷണത്തിന്റെ തിന്നതിന്റെ മിച്ചം വന്നത്, ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, തിന്നതിന്റെ മിച്ചം വന്നത് പട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത് പോലെ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ദോശ മുറിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, തിന്നണേന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുക. പിന്നെന്താ, കുബൂസ് മുറിച്ച് ഇട്ട് കൊടുക്കുക, ബൊറോട്ട, പത്തിരി ഇതൊക്കെ മുറിച്ച് കൊടുക്കുക, തിന്നതിന്റെ ബാക്കി കൊടുക്കുക, വേസ്റ്റ് എടുത്ത് കൊടുക്കുക, തലേ ദിവസത്തെ പഴങ്ങഞ്ഞി എടുത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരു യാചകം വന്നിട്ട് അമ്മ വിശക്കണ്, എന്തെങ്കിലും കഴിക്കാൻ തരണേ, ഉള്ളതിൽ വെച്ച്
ഏറ്റവും നല്ലത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. പൊട്ടിയതും കീറിയതും പഴകിയതും കൊടുക്കാൻ നിൽക്കരുത് എന്ന് സാരം. അങ്ങനെ ഉണ്ടായാൽ അത് മുഖാന്തരം ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും. നിങ്ങളിൽ ഒന്നും കൊടുക്കാനില്ലേ, അയാളെ സന്തോഷത്തോടു കൂടി തിരിച്ചേക്ക്. അടുത്ത പ്രാവശ്യം ആ സഹോദര, ഇപ്പോൾ എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, നിങ്ങൾ അടുത്ത പ്രാവശ്യം ഞാൻ ദുആ ചെയ്യാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി മടക്കി അയക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വെറും വൃത്തികെട്ട രീതിയിൽ പഴങ്ങഞ്ഞിയും അതുപോലെ തന്നെ കീറിയതും അതുപോലെ പൊട്ടിയതും അതുപോലെ തിന്നതിന്റെ ബാക്കിയും എടുത്തു കൊടുത്തുകൊണ്ട് അവരെ അവഹേളിക്കാൻ നിൽക്കരുത്. അത് മുഖാന്തരം നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി വിളക്കുകളെ, മെഴുകുതിരിയും വിളക്കുകളും ഊതി അണക്കരുത്. ഇങ്ങനെ ഊതി അണക്കരുത് എന്ന്. പണ്ട് കാലങ്ങളിൽ വൈദ്യുതിയൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് വിളക്കും മെഴുകുതിരിയും മറ്റ് കത്തിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇത് നമ്മൾ എന്ത് ചെയ്യരുത്, ഊതി അണക്കരുത്. അത് മുഖാന്തരവും ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതിന്റെ പിന്നിൽ എന്താണ് ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇസ്ലാമിൽ യുക്തിക്കല്ല സ്ഥാനം, ബുദ്ധിക്കാണ് സ്ഥാനം. എന്തു പറയുന്നു അതനുസരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എന്തിനു ഉസ്താദെ അങ്ങനെ? അത് കാരണം ഞാൻ ചെയ്യത്തില്ല, ഞാൻ പഠിക്കത്തില്ല, ഞാൻ ഉൾക്കൊള്ളത്തില്ല. പിന്നെ എന്തിനാ മുസ്ലിം എന്നുള്ള പേര്? പറ്റൂല എങ്കിൽ നമ്മുടെ ജാമിദ ടീച്ചർ പോയില്ലേ, അഷ്കർ അലി പോയില്ലേ, ലിയാഖത്ത് അലി പോയില്ലേ, ഹാരിസ് ഹുസൈൻ പോയില്ലേ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് എന്താ കുറെ എണ്ണം ഉണ്ടല്ലോ ഇസ്ലാമിൽ നിന്ന് പുറത്ത്. അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റില്ല എന്നുള്ളവരെന്ത് ചെയ്യാ, വെറുതെ മെനക്കെടണം. അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് തരട്ടെ. അപ്പോ ഇസ്ലാമില് യുക്തിക്കാണ് സ്ഥാനം, അല്ല യുക്തിക്കല്ല സ്ഥാനം, പിന്നെ ബുദ്ധിക്കാണ് സ്ഥാനം. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വിളക്ക് ഊതി അണയ്ക്കാൻ പാടില്ല. അത് കാരണം വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. പിന്നെ വൽ കിതാബത്തു ബിൽ ഖലമിൽ മഅഖൂദി, കെട്ടിടപ്പെട്ട പേന കൊണ്ട് എഴുതാൻ പാടില്ല. ചില കടകളിൽ ചെന്നാൽ പേന ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കണ കാണാം. ചില ബാങ്കിൽ ചെന്നാൽ പേന ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കണ കാണാം. ഇവിടെ ഉദ്ദേശം അതാണോ എന്ന് എനിക്കറിയില്ല. കെട്ടിടപ്പെട്ട പേന, ആ പേന കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല. അത് കാരണവും ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇത് കാരണവും ദാരിദ്ര്യമുണ്ടാകും. പിന്നെയോ വൽ ഇംതിഷാത്തു ബിമുഷ്തിൻ മക്സൂരിൻ, പൊട്ടിയ ചീപ്പില്ലേ, പൊട്ടിയ ചീപ്പ് ഉപയോഗിച്ച് തല കോതാൻ പാടില്ല. അത് കാരണവും ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വതർക്കു ദുആഇ ലിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഒരിക്കലും അവൻ ദുആ ചെയ്തിട്ടില്ല. പടച്ചവൻ എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ല, എൻ്റെ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ല, അവരുടെ രോഗത്തിന് ശിഫാവ് കൊടുക്കണേ അല്ല, അവർക്ക് സമാധാനം കൊടുക്കണേ അല്ല, ആഫിയത്ത് കൊടുക്കണേ അല്ല, ദീർഘായുസ് കൊടുക്കണേ അല്ല, അവരോട് കരുണ ചെയ്യണേ അല്ല എന്ന് ഒരു പൊന്നുമക്കളും ദുആ ചെയ്തിട്ടില്ല എങ്കിൽ അത് കാരണവും നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. അപ്പോ മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണമെന്നർത്ഥം. റബ്ബനാ റബ്ബിർഹംഹും കമാ റബ്ബയാനി സഗീറ. ദുആ ചെയ്യാതിരുന്നാൽ അത് കാരണവും നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇരുന്നു കൊണ്ട് തലപ്പാവ് കെട്ടരുത് എന്ന് ഉസ്താദുമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇരുന്നു കൊണ്ട് തലപ്പാവ് കെട്ടരുത്, നിന്ന് തലപ്പാവ് കെട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിന്ന് തലപ്പാവ് കെട്ടുക. പിന്നെയോ നിന്നുകൊണ്ട് പാന്റ് ഇടരുത്. നിന്നുകൊണ്ട് പാന്റ് ഇട്ടാൽ അതും കൊണ്ടും ദാരിദ്ര്യമുണ്ടാകും. കട്ടിലിൽ ഇരുന്നിട്ട് പാന്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെയോ വൽ ബുഖ്ലു, പിശുക്ക് കാണിക്കുന്നത് കൊണ്ടും ദാരിദ്ര്യമുണ്ടാകും. പിശുക്ക് കാണിക്കുക, വൽ ബുഖ്ലു എന്ന് പറഞ്ഞാൽ പിശുക്ക് കാണിക്കുക. സ്വന്തം ആവശ്യങ്ങൾക്ക് ചെലവഴിക്കും, പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം വരുമ്പോഴത്തേക്ക് പിശുക്കാണ്. ഒന്നും ഇല്ല ഉസ്താദേ, 5 പൈസ ഇല്ലേ തരാൻ വേണ്ടിയിട്ടില്ലേ, അത് കാരണം ദാരിദ്ര്യമുണ്ടാകും. പിന്നെയോ എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കത്തില്ല. വർഷങ്ങൾ കൊണ്ട് പൊട്ടി കീറിയ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കണവരെ കാണാം. വർഷങ്ങൾ കൊണ്ട് ഇട്ടുകൊണ്ട് നടക്കണ പഴകി നുരമ്പി ദ്രവിച്ചു പോയ വസ്ത്രവും ധരിച്ചുകൊണ്ട് നടക്കണാണ്. കീറി പറഞ്ഞ ഡ്രസ്സും ഇട്ടുകൊണ്ട് നടക്കണാണ്. എന്നാലോ അവന്റെ കയ്യിൽ പൂത്ത പണമുണ്ട്. അവൻ ചെലവഴിക്കുന്നില്ല. അവന്റെ സ്വന്തം
ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കുന്നില്ല, മറ്റുള്ളവർക്കും അവൻ ചെലവഴിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് തഖ്തീർ എന്ന് പറയുന്നത്. അങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആളുകൾ അവർക്കും ദാരിദ്ര്യമുണ്ടാകും. അമിതമായി ദുർവ്യം നടത്തുന്നവർ എന്ന് പറഞ്ഞാൽ അമിതം പ്രവർത്തിക്കുന്നവർ, അമിതം ചെയ്യുന്നവർ, ഇസ്രാഫ് കാണിക്കുന്നവർ, ദൂർത്ത് കാണിച്ചാലും അത് കാരണം ദാരിദ്ര്യമുണ്ടാകും. വീട്ടിലായാലും വസ്ത്രത്തിലായാലും ഭക്ഷണത്തിലായാലും ദൂർത്ത് കാണിക്കാൻ പാടില്ല. അത് കാരണം നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് അറിഞ്ഞും അറിയാതെയോ നമ്മൾ ചെയ്യലുകൊണ്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ തന്നെ സ്വയമേ എന്ത് ചെയ്യുന്നു? ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തുന്നവരായിട്ട് നമ്മൾ മാറുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കുകയും അത് പഠിക്കുകയും ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മുഅ്മിനീങ്ങളും പരിശ്രമിക്കണം. ഇന്നത്തെ മജ്‌ലിസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? പഠിക്കാൻ പെട്ടോ? പഠിക്കാൻ കഴിഞ്ഞോ? ഉപകാരപ്പെട്ടോ? ഒന്നുകൂടി ആവർത്തിക്കണോ? ഇത്രയും കാര്യങ്ങൾ ഓട്ടിച്ചിട്ട് ഒന്നുകൂടി പറയണോ? കുട്ടികളെ പോലെ നമ്മൾ പഠിക്കണം, അനുസരിക്കണം, ഉൾക്കൊള്ളണം, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാതെ കേട്ട് കണ്ടങ്ങ് പൊക്കളയരുത്. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു തആല നമുക്ക് പഠിക്കാൻ തൗഫീക്ക് തരട്ടെ. നമ്മളൊക്കെ പഠിക്കുന്ന കുട്ടികളെ പോലെ ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാം. പഠിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നമ്മൾ ചെയ്യണം. അതാണ് നാഫിയായ ഇൽമു തരണേ എന്ന് പറയുന്നത്. ഉപകാരപ്രദമായ ഇൽമാകണം നമ്മൾ പഠിക്കുന്നത്. കേട്ട് കണ്ടങ്ങ് പോകലല്ല. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? ഒന്നുകൂടി പറയണോ? ഒന്ന്, നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതിന്റെ ഒന്നാമത്തെ കാരണം അധികരിച്ച ഉറക്കം, പരിപൂർണ നഗ്നരായി കിടന്നുറങ്ങൽ, ജനാപത്തുകാരായി ഭക്ഷണം കഴിക്കൽ, പാത്രത്തിൽ നിന്നും വീണുപോയ ഭക്ഷണത്തിനെ നിസ്സാരമായി കാണൽ, അതുപോലെ തന്നെ സവാളയുടെ തൊലിയും അതുപോലെ തന്നെ ഉള്ളിത്തൊലിയും അതുപോലെ വെളുത്തുള്ളിയുടെ തൊലിയും കരിക്കൽ, അടുപ്പിലേക്കിട്ട് കരിക്കൽ, രാത്രി വീട് അടിച്ചുവാരൽ, അതുപോലെ തന്നെ ചെള്ള്, പേന് പോലുള്ളതിനെ ഉപേക്ഷിക്കൽ, വീട്ടിൽ ഉപേക്ഷിക്കൽ, മശായിഖന്മാർ, മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാരുടെ സയ്യിദന്മാരുടെ ഒക്കെ മുന്നിലൂടെ നിസാരതയോടെ കൂടി നടന്നുപോകൽ, അവരെ ബഹുമാനിക്കാത്ത രീതിയിൽ നടക്കൽ, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേര് വിളിക്കൽ, അതുപോലെ തന്നെ ചെളി കൊണ്ട് കൈ കഴുകൽ, അതുപോലെ നിസ്കാരത്തിനെ നിസ്സാരമാക്കൽ, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ തുന്നൽ, അതുപോലെ തന്നെ ചെലന്തി വല അടിച്ചു കളയാതിരിക്കൽ, അതുപോലെ പള്ളിയിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോകൽ, അങ്ങാടിയിലേക്ക് അതിരാവിലെ പോവുകയും വളരെ വൈകി വരികയും ചെയ്യുക. ഇത് കാരണവും ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും അതുപോലെ തന്നെ ഭക്ഷണം തയ്യാറാക്കിയ പാത്രങ്ങളും എന്ത് ചെയ്യുക? അത് കഴുകാതെ വെച്ചിട്ട് പോവുക. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ കഴിച്ചതിന്റെ മിച്ചം വന്നതും കീറിയതും പൊട്ടിയതുമായ കാര്യങ്ങൾ കൊണ്ട് അവരെ സഹായിക്കാതിരിക്കുക. കൊടുക്കുമ്പോൾ നല്ലത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ ദാരിദ്ര്യമുണ്ടാകും. വിളക്കുകൾ ഊതി അണയ്ക്കാതിരിക്കുക, കെട്ടിടപ്പെട്ട പേന കൊണ്ട് എഴുതാതിരിക്കുക, പൊട്ടിയ ചീപ്പ് കൊണ്ട് തലകൂതുക, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കുക, ഇരുന്നു കൊണ്ട് തലപ്പ ധരിക്കുക, നിന്നുകൊണ്ട് പാന്റ് ധരിക്കുക, എന്ത് ചെയ്യാ? സ്വന്തം പിശുക്ക് കാണിക്കുക. കുടുംബത്തിനും ചെലവഴിക്കുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർ ചോദിച്ചാൽ കൊടുക്കൂല, പിശുക്ക് കാണിക്കും. അങ്ങനെ പിശുക്ക് കാണിക്കുക. കുടുംബത്തിനും കൊടുക്കണില്ല, മക്കൾക്കും കൊടുക്കണില്ല, ഭാര്യയ്ക്കും കൊടുക്കണില്ല, അവന്റെ ആവശ്യത്തിന് അവൻ ചെലവഴിക്കണില്ല. പൈസ പൂത്ത പണം അക്കൗണ്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. അങ്ങനെയും ചെലവഴിക്കുക. അത് മുഖാന്തരവും ദാരിദ്ര്യമുണ്ടാകും. വൽ ഇസ്റാഫു, അമിതം പ്രവർത്തിക്കുക, ധൂർത്തടിക്കുക, ധൂർത്ത് ചെയ്യുക. ഇത് കാരണവും നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ മജ്‌ലിസ് എല്ലാവർക്കും ഏറെ ഉപകാരമായില്ലേ? ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഒരു സഹകരണത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളമാണ്. അല്ലാതെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അതൊക്കെ ഒരു മജ്‌ലിസിന്റെ വിജയത്തിന്റെ ഭാഗമാണ്. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ.
തരട്ടെ, നമ്മുടെ മജ്ലിസുകളെ വിജയിപ്പിക്കട്ടെ, ഉപകാരപ്പെടുന്ന മജ്ലിസാക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും സമാധാനം കൊടുക്കുന്ന മജ്ലിസാക്കട്ടെ. ദുആകളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഉപകാരപ്പെട്ടോ ഇല്ലയോ? ഉപകാരപ്പെട്ടോ? പഠിക്കോ? അതിനനുസരിച്ച് ചെയ്യോ? പറയും മുഅ്മിനീങ്ങളെ, ചെയ്യാന്ന് പറയ്. ഒരു നഷ്ടവും ഇല്ല. ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. ഞാൻ പറഞ്ഞേ വിടുള്ളൂ, നിങ്ങളൊക്കെ പറയിപ്പിച്ചിട്ടേ വിടുള്ളൂ. അല്ലാതെ ഒരു മണിക്കൂർ നിങ്ങൾ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കേവലം ആസ്വാദനം മാത്രമല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയും കൂടെ വേണ്ടേ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്ത് എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ് കടമാണ്, ദാരിദ്ര്യമാണ്, പട്ടിണിയാണെന്ന്. അല്ലേ? അതൊക്കെ മാറിക്കിട്ടണ്ടേ? നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി, നമ്മൾ കഷ്ടപ്പെട്ട് പണിത വീട്ടിൽ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, റാഹത്തോടെ ഒരു ദിവസമെങ്കിലും നമുക്ക് കടക്കാൻ കഴിയണ്ടേ? അതിന് ഈ വക കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം. അങ്ങനെ ആ ശ്രദ്ധയോടുകൂടി, ആ പഠന മനസ്സോടുകൂടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് 3 ഫാത്തിഹ ഓതണം. 1 ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, 2 അംബിയാ മുർസലീങ്ങൾ, സഹാബാക്കൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, ഔലിയാക്കൾ, മശായിഖന്മാര്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഉമ്മ, ഉപ്പ, സഹോദരങ്ങള്, ഭാര്യ, ഭർത്താവ്, മക്കള്, സുഹൃത്തുക്കൾ, സഹപാഠികൾ, അയൽവാസികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, നമ്മുടെ പള്ളികളുടെ ചുറ്റുഭാഗത്തും അന്തിവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളൊക്കെ, ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ ദിവസവും 3 ഫാത്തിഹ ഓതി ഹദിയ ചെയ്തു കൊടുക്കാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫാത്തിഹയെങ്കിലും ഓതി കൊടുക്കണ്ടേ? അവര് നട്ട മരത്തിന്റെ തണലാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവർ കഷ്ടപ്പെട്ടതിന്റെ വിഹിതമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ ആ മാതാപിതാക്കൾക്ക് നമുക്കൊരു ഫാത്തിഹയെങ്കിലും നമ്മൾ ഓതി ഹദിയ ചെയ്തു കൊടുക്കണ്ടേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും അതുകൊണ്ട് ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്ത് അസ്മാഉൽ ഹുസ്ന ഓതും. ആ അസ്മാഉൽ ഹുസ്നയും ഓതിയതിനു ശേഷം എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ദുആ ചെയ്യും. ആ ദുആയുടെ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ എല്ലാവരും ഓതിക്കോ, എന്നിട്ട് ഹദിയ ചെയ്തു കൊടുക്കും. പഠിച്ചവനെ, ഞാൻ ഓതിയ ഫാത്തിഹ ആ മരണപ്പെട്ടു പോയവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് എന്ന് പറയണം. അതാണ് ഹദിയ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ സുന്ദരമായ 99 നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. ആ അസ്മാഉൽ ഹുസ്ന ഒരുപാട് അർത്ഥങ്ങളുള്ള വചനങ്ങളാണ്, പേരുകളാണ്. ഓരോ അർത്ഥങ്ങൾക്കും ഓരോ ആശയങ്ങളുണ്ട്. ആ പേരുകൾ വിളിച്ചുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ ഏറ്റുപറയുന്നത്, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഏറ്റുപറയുന്നത്, നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അല്ലാഹുവിനോട് യാചിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഒരു മജ്ലിസിൽ ഇരിക്കുന്ന അദബിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ അസ്മാഉൽ ഹുസ്ന ഓതാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ്
يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله കൂടെ ചൊല്ലിക്കോ എല്ലാവരും കൂടെ ചൊല്ലിക്കോ يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا فرد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا أواخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منعم يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا ستار يا الله يا ستار يا الله برحمة الله المنان برحمة الله المنان برحمة الله المنان
അല്ലാഹു തആല നമ്മുടെ അസ്മാഉൽ ഹുസ്ന സ്വീകരിക്കട്ടെ. അല്ലാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ടെല്ലാം നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരു മജ്ലിസിൽ ഇരിക്കുന്ന ആ ഒരു അദബിലും ഭവ്യതയിലും ഇരുന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആമീൻ പറയുക. നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് അറിയിച്ചാൽ ഞാൻ പരമാവധി വായിക്കാൻ ശ്രമിക്കും. സ്പീഡിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് പലരും വായിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വായിക്കാതെ വായിക്കാതെ വന്നു പോയാൽ അത് വീണ്ടും തിരിച്ച് നിങ്ങൾ റിപ്ലൈ ആയിട്ട് ഒന്നും കൂടി അയച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് പരമാവധി വായിച്ച് ദുആ വേണ്ടി ശ്രമിക്കാം. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ദുആനെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിറു മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് തിബ്ബുൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ദുആകൾ സ്വീകരിക്കപ്പെടുന്ന മജ്ലിസാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ നീ പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്, പാപികളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. ഒരുപാട് 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 അല്ലാഹ് തെറ്റുകൾ ചെയ്തവരാണ്. അല്ലാഹുവേ നീ പുറത്തു തരണേ അല്ലാഹ്, വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ മിസ്ല് സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ മാതാപിതാക്കളുടെ ഉസ്താദുമാരുടെ ബന്ധുമിത്രാദികളെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ വിശിഷ്യ ഈ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മ മക്കള് സഹോദരിമാര് സഹോദരങ്ങള് ബന്ധുക്കള് സുഹൃത്തുക്കൾക്കെല്ലാം റബ്ബേ നീ അവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, നരകം ഹറാമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിന്റെ സവാബ് അവരുടെ ഖബറിലേക്ക് വെളിച്ചമാക്കി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ അത് നൊമ്പരപ്പെടുത്തുന്നതാണെങ്കിലും സന്തോഷമുള്ളതാണെങ്കിലും റബ്ബേ അത് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നൊമ്പരപ്പെടുത്തുന്നതിന് നീ പരിഹാരം കൊടുക്കണേ അല്ലാഹ്. അവിടെ മനസ്സിലുള്ള മുറാദുകൾ നീ സബലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. പുന്നാര ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, അംബിയാ മുർസലീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഓതിയ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ ഫള് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കീറിമുറിക്കപ്പെടുന്ന മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ദാരിദ്ര്യത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു സിഹ്റുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ശൈത്താന്റെ ശർറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സ്വസ്ഥത നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, നിഅമത്ത് നൽകണേ അല്ലാഹ്, ഹിഫാലത്ത് നൽകണേ അല്ലാഹ്, സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്, കാവല് നൽകണേ അല്ലാഹ്. ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാഹ്. മക്കളെ എല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, കടത്തിൽ വാടകയ്ക്ക് കഴിയുന്നവരുണ്ട്, അവർക്ക് നീ സ്വന്തമായൊരു ഭവനം കൊടുക്കണേ അല്ലാഹ്. തലചായ്ക്കാനൊരു ഭവനം കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും മാറ്റണേ അല്ലാഹ്. സമ്പത്ത് കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരിലുള്ള രോഗികൾക്ക് ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗികളുണ്ട്, ശിഫാവ് കൊടുക്കണേ അല്ലാഹ്.
കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരുണ്ട്, വാൽവ് സംബന്ധമായ അസുഖമുള്ളവരുണ്ട്, ഹാർട്ട് സംബന്ധമായ അസുഖമുള്ളവരുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം വെച്ചത് നീയാണ് റബ്ബേ. അതെടുക്കാനും കഴിവുള്ളവൻ നീ മാത്രമാണ് റബ്ബേ. അവിടെ രോഗങ്ങൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അവിടെ രോഗങ്ങൾക്ക് ശിഫാവ് കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസ് കാണുന്നവരുടെ കുടുംബങ്ങളിൽ രോഗികളായ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളോട് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പനിയുള്ളവരുണ്ട്, ജലദോഷമുള്ളവരുണ്ട്, കഫക്കെട്ടുള്ളവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്, പെരടി വേദനയുള്ളവരുണ്ട്, നെഞ്ചുവേദനയുള്ളവരുണ്ട്, ഷുഗറും പ്രഷറും പ്രമേഹവും ഉള്ള രോഗങ്ങളുള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അർഷസിന്റെ അസുഖമുള്ളവരുണ്ട്, ഫിസ്റ്റുലയുള്ളവരുണ്ട്, അല്ലാഹു തൈറോയിഡിന്റെ അസുഖമുള്ളവരുണ്ട്, അലർജി സംബന്ധമായ അസുഖമുള്ളവരുണ്ട്, കാഴ്ചശക്തി കുറഞ്ഞവരുണ്ട്, കേൾവി ശക്തി കുറഞ്ഞവരുണ്ട്, വലിയ ന്യൂനതകളുള്ളവരുണ്ട്, കുറവുകളുള്ളവരുണ്ട്, ഒരു ഭാഗം തളർന്നു കിടക്കുന്നവരുണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്. റബ്ബേ, അവിടെ രോഗങ്ങൾക്കെല്ലാം ശിഫാ കൊടുക്കണേ അല്ലാ. വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, ഐസിയുയിൽ കഴിയുന്നവരുണ്ട്, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന രോഗങ്ങൾ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ഡോക്ടർമാര് പോലും കൈയൊഴിഞ്ഞ രോഗികളുണ്ട്. അല്ലാ അല്ലാ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ഞങ്ങളുടെ ദുആയെ തടഞ്ഞു വെക്കല്ലേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. രോഗികൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ആജിലായ ശിഫാവ് കൊടുക്കണേ അല്ലാ. താമായ ശിഫാവ് കൊടുക്കണേ അല്ലാ. പരിപൂർണ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, അവരുടെ മക്കളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ മാതാപിതാക്കളെ എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ മജ്‌ലിസ് നീ പാഴാക്കല്ലേ അല്ലാ. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ നിരാശരാക്കല്ലേ അല്ലാ, കഷ്ടപ്പെടുത്തല്ലേ അല്ലാ, ദുരിതത്തിലാക്കല്ലേ അല്ലാ, നൊമ്പരപ്പെടുത്തല്ലേ അല്ലാ. മനസ്സുകൾക്ക് സമാധാനം കൊടുക്കണേ അല്ലാ, സ്നേഹം നിലനിർത്തണേ അല്ലാ, ഐക്യം നിലനിർത്തണേ അല്ലാ. പടച്ചവനെ, നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, നിഅമത്ത് കൊടുക്കണേ അല്ലാ, നിന്റെ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഭവനങ്ങളിലെല്ലാം നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അവിടെ മക്കളെല്ലാം സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. വഴി പിഴച്ചവരാക്കല്ലേ അല്ലാ, പാപികളിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ബുദ്ധിസ്ഥിരത ഇല്ലാത്ത മക്കളുണ്ട് റബ്ബേ, അവർക്ക് ബുദ്ധിസ്ഥിരത കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ, പഠന പുരോഗതി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പരീക്ഷയിൽ ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. അവരാഗ്രഹിക്കുന്ന കോളേജുകളിൽ അഡ്മിഷൻ കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ദീനിനും സമൂഹത്തിനും രാജ്യത്തിനും നാളെ പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. മക്കളെ കൊണ്ട് ദുഃഖിക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും കുറവുകളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. റംല നാസറും ഫാത്തിമ ബീവിയും നിസാമും ജലീലായും, അതുപോലെ തന്നെ ഫാത്തിമ ബീവിയും, അതുപോലെ ഉമ്മു ഹബീബയും സുഹറ ഫാത്തിമയും, സൈനുദ്ദീൻ പുത്തം വീട്ടിലും, അതുപോലെ നിസാം സാഹിബും അല്ലാ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, റാഫി എന്ന സഹോദരൻ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നസീമ എന്ന സഹോദരി റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. സൈന ചോടം വയിൽ റബ്ബേ നീ ഖൈർ നൽകണേ അല്ലാ. നേഹാ നസ്രിൻ റബ്ബേ ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ, ഖൈറായ വരുമാനം കൊടുക്കണേ അല്ലാ. വാപ്പാക്ക് ക്യാൻസർ ആണ്, ശിഫാവ് കൊടുക്കണേ അല്ലാ. ക്രിയാറ്റിന്റെ അളവ് കൂടിയിട്ടുണ്ട് റബ്ബേ, ഡയാലിസ് തുടങ്ങിയിട്ടുണ്ട്, എല്ലാത്തിനും നീ ശമനം കൊടുക്കണേ അല്ലാ, ശിഫാവ് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. ഹസീന സാലി അവരെ മോന് നല്ല വിസ റബ്ബേ നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റണേ അല്ലാ. അവിടെ ജോലികളിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഫായിസ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇമാമുദ്ദീൻ വർക്കല റബ്ബയുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ. ജലീല ബീവി നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. സുബൈദ എന്ന സഹോദരി നീ അനുഗ്രഹിക്കണേ അല്ലാ. അവിടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ക്ഷമ കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഖൈറുൻ നിസ ജലീൽ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ മജ്‌ലിസ് കാണുന്ന ആരെയും നീ പാഴാക്കല്ലേ അല്ലാ.
ഫിറോസ് എന്ന സഹോദരൻ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ല. സുബു എന്ന സഹോദരൻ നീ അനുഗ്രഹിക്കണേ അല്ല. റിൻഷാദ് റബ്ബേ നീ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല. സുബൈദ റിയാസ് നീ അനുഗ്രഹിക്കണേ അല്ല. എറണാകുളത്ത് നിന്ന് ജിൻഷാ നൗഷാദ് റബ്ബേ ജാസിറ നൗഷാദ് നീ അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹുവേ അൻസിൽ എന്ന സഹോദരന്റെ കുടുംബത്തിനെല്ലാം നീ ഏറ്റെടുക്കണേ അല്ല. അവിടെ എല്ലാ നിയ്യത്തുകളും നീ കബൂലാക്കണേ അല്ല. അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ സബലീകരിച്ചു കൊടുക്കണേ അല്ല. ആദിൽ ടി.എസ്. റബ്ബേ അവിടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ല. അവിടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അല്ല. എല്ലാ തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല. ഖൈറായ ജോലി കൊടുക്കണേ അല്ല. ഖൈറായ വരുമാനം കൊടുക്കണേ അല്ല. അല്ലാഹു ഇവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ല. കണ്ണിന് കുളിമേകുന്ന മക്കളെ കൊടുക്കണേ അല്ല. അവിടെ ചികിത്സകളൊക്കെ നീ വിജയിപ്പിക്കണേ അല്ല. അല്ലാഹു വിവാഹങ്ങൾ നടക്കാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, തടസ്സങ്ങൾ മാറ്റണേ അല്ല. ന്യൂനതകളും വൈകല്യങ്ങളും വൈകൃതങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല. നിഷാദ് സാഹിബുണ്ട് റബ്ബേ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ല. അവരുടെയും ഞങ്ങളുടെയും ഉപജീവന മാർഗങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ല. നിഅമത്ത് നൽകണേ അല്ല. ഈമാൻ നൽകണേ അല്ല. വഴി പിഴച്ചവരാക്കല്ലേ അല്ല. പാപികളിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ല. അല്ലാഹു ഉമ്മയുടെ ആണ്ട് നാളെയാണ് റബ്ബേ നീ സ്വർഗം കൊടുക്കണേ അല്ല. അല്ലാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ല. മർഹമത്ത് കൊടുക്കണേ അല്ല. സ്വർഗത്തിലെ ഉന്നത പദവികൾ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ല. മകന്റെ ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെല്ലാം നീ കബൂലാക്കണേ അല്ല. വിവാഹങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണേ അല്ല. തടസ്സങ്ങളെല്ലാം നീ മാറ്റണേ അല്ല. കൃഷികളിലും ജോലികളിലും കച്ചവടങ്ങളിലും എല്ലാത്തിലും നീ ബറക്കത്ത് കൊടുക്കണേ അല്ല. സമ്പത്തിന് വർധനവ് കൊടുക്കണേ അല്ല. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ടെല്ലാം നീ കാക്കണേ അല്ല. ഞങ്ങൾക്കെല്ലാം നീ റഹ്മത്ത് ചൊരിഞ്ഞു തരണേ അല്ല. ആഫിയത്ത് നൽകണേ അല്ല. ദീർഘായുസ് നൽകണേ അല്ല. അഹങ്കാരികളാക്കല്ലേ അല്ല. നന്ദി കെട്ടവരാക്കല്ലേ അല്ല. അനുസരണയുള്ളവരാക്കണേ അല്ല. നിസ്കാരമുള്ളവരാക്കണേ അല്ല. ഞങ്ങളുടെ വീടുകളിൽ നീ പട്ടിണി തരല്ലേ അല്ല. ദാരിദ്ര്യം തരല്ലേ അല്ല. അല്ലാഹു ബറക്കത്ത് നൽകണേ അല്ല. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ല. മുഹമ്മദ് ഹാരിസ് അല്ലാഹു നീ സ്വീകരിക്കണേ അല്ല. ഹസീന ഫൈസൽ സഫ്വാൻ ബിടിആർ റംലാൻ നസീർ അല്ലാഹു എല്ലാവിധ ഖൈർ കൊടുക്കണേ അല്ല. നിഅമത്ത് കൊടുക്കണേ അല്ല. കമന്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഉമ്മമാരുണ്ട് റബ്ബേ അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ല. വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല. അല്ലാഹുവേ വീടില്ലാത്തവരുണ്ട് അവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ല. മക്കളില്ലാത്തവരുണ്ട് മക്കളെ കൊടുക്കണേ അല്ല. അവരുടെ ചികിത്സകളൊക്കെ ഫലപ്രദമാക്കണേ അല്ല. എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അല്ല. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ നൽകണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ല. റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെല്ലാം നീ സ്വീകരിക്കണേ അല്ല. നീ കബൂലാക്കണേ അല്ല. ഈ മജ്ലിസ് കാണുന്നവരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അല്ല. നീ അനുഗ്രഹിക്കണേ അല്ല. മകനിക്ക് നാഫിയായ ഇൽമു കൊടുക്കണേ അല്ല. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ല. സംസാരശേഷി തിരിച്ചു കൊടുക്കണേ അല്ല. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ല. മുറാദ് ഹാസിലാക്കണേ അല്ല. അല്ലാഹു എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് സമർപ്പിക്കുന്നു റബ്ബേ. നീയാണ് എല്ലാത്തിനും പരിഹാരം കൊടുക്കാൻ കഴിവുള്ളവൻ. നീയാണ് എല്ലാവർക്കും ഖൈർ കൊടുക്കാൻ കഴിവുള്ളവൻ റബ്ബേ. നീ എല്ലാവർക്കും എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ മജ്ലിസുകളെ നീ കബൂലാക്കണേ അല്ല. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ടെല്ലാം നീ ഞങ്ങളെ കാക്കണേ അല്ല. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്, അപകടങ്ങൾ തരല്ലേ അല്ല. ഞങ്ങൾക്കെല്ലാം പരിപൂർണ ഈമാൻ നൽകണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ല. റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. നിങ്ങളുടെ മജ്ലിസ് സ്വീകരിക്കണേ അല്ല. ദുആകൾ സ്വീകരിക്കുന്ന മജ്ലിസാക്കണേ അല്ല. റഹ്മത്തിന്റെ മാലാഖമാരെ സന്ദർശിക്കുന്ന മജ്ലിസാക്കണേ അല്ല. അല്ലാഹുവേ നിങ്ങളുടെ മജ്ലിസ് കൊണ്ട് എല്ലാവർക്കും ഉപകാരം കൊടുക്കണേ അല്ല. സമാധാനവും സന്തോഷവും റാഹത്തും കൊടുക്കണേ അല്ല. പാഴാക്കല്ലേ അല്ല. നിങ്ങളെ നിരാശരാക്കല്ലേ അല്ല. നിങ്ങളുടെ ദുആഇനെല്ലാം നീ കബൂലാക്കണേ അല്ല. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സല്ലി അലാ ജമീൽ അംബിയാൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. അതാണ് ഏറ്റവും വലുത്. അല്ലാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. ഒരാളുടെ ആമീനെങ്കിലും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ മുഅ്മിനീങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ.
മകളുടെ കല്യാണം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, എല്ലാ തടസ്സങ്ങളും മാറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. മക്കളുടെ എക്സാമാണ് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, ഓർമ്മശക്തി കൊടുക്കട്ടെ, നല്ല രീതിയിൽ എഴുതാനുള്ള തൗഫീക്ക് കൊടുക്കട്ടെ. മോൻ നല്ലതുപോലെ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അള്ളാഹു തൗഫീക്ക് കൊടുക്കട്ടെ. അള്ളാഹു താല നല്ല അനുസരണയുള്ള മക്കളാക്കട്ടെ ഇൻഷാ അല്ലാ. മൻസൂർ സെയ്ൻ അള്ളാഹു താല അവരുടെ കുടുംബത്തിലുള്ളവരുടെ വിവാഹം എളുപ്പമാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. പ്രത്യേകം ദുആ ചെയ്യാം. യൂസുഫ് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. ഈ മജ്ലിസ് എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ താഴെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അള്ളാഹു താല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. ഒന്നര മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഞാൻ ഇനിയും ബുദ്ധിമുട്ടിച്ചാൽ അത് നിങ്ങൾക്ക് വീട്ടിലും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വന്നവർക്കും ഷെയർ ചെയ്തവർക്കും ഒക്കെ അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. കണ്ണൂരിൽ നിന്ന് പങ്കെടുത്തവരുണ്ട്, അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. കാസർഗോഡ് നിന്ന്, പൊന്നാനിയിൽ നിന്ന്, വെളിയങ്കോട് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, അതുപോലെ നമ്മുടെ മഹല്ലുകളിൽ നിന്നുമൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും പേരുകളും അഡ്രസ്സുകളും എല്ലാം റബ്ബ് അറിയുന്നവരാണ് ഇൻഷാ അല്ലാ. ഇതിനെല്ലാത്തിനും കൃത്യമായ പരിഹാരവും അള്ളാഹു താല തരും ഇൻഷാ അല്ലാ. സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി മറ്റൊരാളെയും വേദനിപ്പിക്കാതെ അള്ളാഹു പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അനുസരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ജീവിക്കാൻ തയ്യാറാകണം. അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. നീറ്റ് എക്സാമിൽ ഉയർന്ന മാർക്ക് അള്ളാഹു താല കൊടുക്കട്ടെ. എൻ്റെ മകളുടെ കല്യാണം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു താല എത്രയും പെട്ടെന്ന് തന്നെ നടത്തിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അനുയോജ്യരായ ഇണയെ അള്ളാഹു താല തന്ന് അനുഗ്രഹിക്കട്ടെ, തടസ്സങ്ങളൊക്കെ മാറ്റട്ടെ ഇൻഷാ അല്ലാ. തൃശ്ശൂരിൽ നിന്നുണ്ട്, അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. ആസിയ അഷ്റഫ് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. ഹംദ ഷെറിൻ മലപ്പുറത്ത് നിന്ന്, പുത്തനത്താണിയിൽ നിന്ന്, അതുപോലെ തന്നെ അരീക്കോട് നിന്ന്, അതുപോലെ തന്നെ മേലാറ്റൂരിൽ നിന്ന്, എനിക്ക് പലരുടെയും സ്ഥലം അറിയത്തില്ല ഇൻഷാ അല്ലാ. പേരുകളൊക്കെ എല്ലാവരുടെയൊക്കെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു താല എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. കർണാടകയിൽ നിന്ന് അള്ളാഹു എന്ന് സ്വീകരിക്കണേ അല്ലാ. അവിടെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫാദിമോൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മൊയ്ൻ മുസ്ലിയാർ ഉസ്താദിനൊക്കെ അള്ളാഹു ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവിടെ കുടുംബത്തിനൊക്കെ ഏറ്റെടുക്കട്ടെ. സലാം ആളിയക്കൽ അള്ളാഹു താലയുടെ മുറാദ് ഹാസിലാക്കട്ടെ. വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തൗഫീക്ക് കൊടുക്കട്ടെ. അതിനുള്ള സമ്പത്തും ആരോഗ്യവും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ രോഗത്തിനും അള്ളാഹു താല ശിഫാ തരട്ടെ. മൈമൂന, മൻസൂർ സെയ്ൻ, റാഫി ഫുട്ബോൾ വ്ളോഗ് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. ഹിദായത്ത് തരട്ടെ. ആഖിബത്ത് അള്ളാഹു നന്നാക്കട്ടെ. നമ്മുടെ മനസ്സുകൾ അള്ളാഹു താല നന്നാക്കട്ടെ. വിശാലത നിന്ന് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, നമ്മുടെ മജ്ലിസിൽ ഉപകാരമായിരുന്നു അല്ലേ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. ബഷീർ എന്ന സഹോദരൻ അള്ളാഹു ഖൈർ നൽകട്ടെ. KP ആരിഫ മകളുടെ ഓപ്പറേഷൻ ചെയ്യാൻ അള്ളാഹു താല എളുപ്പമാക്കട്ടെ, വിജയിപ്പിക്കട്ടെ. ഗൾഫിൽ പോകാനുള്ള പേപ്പർ എത്രയും പെട്ടെന്ന് അള്ളാഹു ശരിയാക്കി കൊടുക്കട്ടെ, തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. ഫായിസ് ഷാഫി മകൻ ഹാഫിളാകാൻ അള്ളാഹു ഓർമ്മശക്തി കൊടുക്കട്ടെ. റംലത്ത് അള്ളാഹു ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം, വളരെ വിഷമത്തിലാണ്. അള്ളാഹു സമാധാനം തരട്ടെ, സന്തോഷമായിട്ടിരിക്കും. മുത്തുമോള് അള്ളാഹു താല സമാധാനം തരട്ടെ. ആത്മഹത്യയൊന്നും ചെയ്തോളായിരുന്നു. അള്ളാഹു താല എല്ലാവർക്കും ഖൈറും ബർക്കത്തും തരട്ടെ. സമാധാനത്തോടുകൂടി ഇരിക്കുക. എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, 7907100811. അപ്പോൾ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഞാൻ ആ നമ്പറിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അതിൽ ജോയിൻ ചെയ്താൽ മതി. അള്ളാഹു താല പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും പഠിക്കാനും അതിനനുസരിച്ച് പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. KS ഗ്രാഫിക്സ് മുഹമ്മദ് സുഹൈൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചാവക്കാട് നിന്നും കടങ്ങൾ അള്ളാഹു താല വീട്ടിൽ കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. മകൻ അള്ളാഹു താല സ്വീകരിക്കട്ടെ. സുഫിയാൻ ബാക്കവി ഉസ്താദ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ ഉസ്താദിന്റെ കുടുംബത്തിൽ നിന്നുള്ളവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു താല നാഫിയായ ഇൽമു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. മൻസൂർ സെയ്ൻ, സുഹറ, ഫാത്തിമ, സുബൈദ ഇൻഷാ അല്ലാഹ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. 1.5 മണിക്കൂറായി. ഇനി നിന്നാൽ ശരിയാവത്തില്ല. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യാം. നിങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞാൻ വായിക്കാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 14 വയസ്സായി. അല്ലാഹു തആല ശിഫാ കൊടുക്കട്ടെ. ആ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ ഇൻഷാ അല്ലാഹ്. കേട്ടോ, ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.